നമുക്ക് സ്മാൾ ഇൻഡസ്ട്രീൻ്റെ ചാനലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് നമുക്ക് നോക്കേണ്ട എന്താ പറയുക, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്മാൾ ഇൻഡസ്ട്രീനിലെ 6 എന്ന് പറയുന്ന പോയിന്റാണ്. അത് സ്മാൾ ഇൻഡസ്ട്രീൻ്റെ സി ക്ലഫ്റ്റ് പോയിന്റും കൂടെയാണ്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ഡോർസൽ അൾനാർ ആസ്പെക്ട്സ് ഓഫ് ദ ഫോറാം ഇൻ ദ ഡിപ്രഷൻ ഓൺ ദ റേഡിയൽ സൈഡ് ഓഫ് ദ സ്റ്റൈലോയിഡ് പ്രോസസ് ഓഫ് അൾനാർ. അതായത് നമ്മളുടെ ജോയിൻറ്റിൻ്റെ നമ്മൾ എന്താ പറയുക, നമ്മുടെ കയ്യിൽ ആ ഒരു മറ്റേ ജോയിൻറ്റിൻ്റെ ഒരു പ്രൊക്കുബ്രൻസ് ഉണ്ട് കയ്യിൽ. ഓക്കെ, അതിൻ്റെ നേരെ മുകളിൽ വരുന്ന പോയിന്റാണ്. ചിത്രം നിങ്ങൾക്ക് വൃത്തിയായി കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ജോയിന്റ് തന്നെയാണ് SI6 എന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു കഷ്ടിച്ച് ഒരു ചൂൺ. ഓക്കെ, കയ്യിൻ്റെ പുറകുവശത്തുള്ള ബോണിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന പോയിന്റാണ് SI6. ഓക്കെ, സി ക്ലഫ്റ്റ് പോയിന്റ് ആണ്. ഇത് മെയിനായിട്ട് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ ബ്ലർനെസ് ഓഫ് ദ വിഷൻ. ഓക്കെ, അതേമാതിരി തന്നെ ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനും മറ്റേ തന്നെ നമ്മുടെ കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസിന്, എൽബോ ആൻഡ് ആം റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ, അതേമാതിരി തന്നെ അക്യൂട്ടായിട്ടുള്ള ലുംബാർ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിന് എന്താ പറയുക നീഡിൽ ചെയ്യാം. എങ്ങനെയാണ് ഇത് ഷോൾഡറിനെയും അതേമാതിരി തന്നെ എൽബോ ആൻഡ് ആം നമുക്കറിയാം. ഏത് ആ മെറിഡിയൻ പോകുന്ന വേ ആണ്, സി ക്ലഫ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, സോ അത് റിവറിൻ്റെ ഏരിയയിൽ വരുന്നതാണ്. റിവർ ഏരിയ ലോങ് ഏരിയയിൽ വരുന്നതായതുകൊണ്ട് ആ ഭാഗത്തുണ്ടാവുന്ന മെറിഡിയനിലെ തടസ്സങ്ങളെയും ഇഷ്യൂസിനെയും മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ എൽബോയിൻ്റെയും ആമിൻ്റെയും അതേമാതിരി തന്നെ റിസ്റ്റിൻ്റെ പെയിനൊക്കെ മാറാൻ ഈ പോയിന്റ് നോർമലി നല്ലതായിരിക്കും. അതേ സമയത്ത് ഇത് എങ്ങനെയാണ് ഷോൾഡറിനെയും മറ്റേ കഴുത്തിനെയൊക്കെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മൈക്രോ സിസ്റ്റത്തിൽ വന്നിട്ട് നമ്മളുടെ കൈ എന്ന് പറയുന്നത് തലയാണ്. അതേമാതിരി തന്നെ നമ്മുടെ ആം എന്ന് പറയുന്നത് നമ്മുടെ ട്രങ്ക് ഏരിയനായിട്ട് കണക്ട് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പം ടാൻ ബാലൻസ് ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ അല്ലേ? ടാൻ ബാലൻസ് നമ്മുടെ അബ്ദുൽ ഖാദർ സാറ് പഠിച്ചിട്ടുണ്ട്, വേറെ നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ കറസ്പോണ്ടിങ് സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് ഇത് കഴുത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഷോൾഡറിനെയും കഴുത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നു. അതെങ്ങനെയാണ് ബാക്കിൽ, അതായത് പ്രത്യേകിച്ച് ലുംബാറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ടാൻ ബാലൻസ് പഠിച്ചവർക്കറിയാം ഏതൊരു സാധനത്തിനെയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു ഈ ആനസിൽ ഫിസ്റ്റുല അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ DU26 നല്ലതാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ടാൻ ബാലൻസിലാകുമ്പോൾ ക്രോസ് സെക്ഷൻ ആയത് ഓപ്പോസിറ്റ് സെക്ഷൻ ആയിട്ട് കാണും. അതേമാതിരി തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ലോവർ ബാക്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കും ഒന്നല്ലെങ്കിൽ ഷോൾഡർ പെയിനോ കഴുത്ത് വേദനയോ ആ ഭാഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഇത് നേരെ തിരിച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോവർ പാർട്ടായിട്ട് വരും ഈ മറ്റേ സ്മാൾ ഇൻഡസ്ട്രീൻ്റെ ഈ പറഞ്ഞ ഭാഗങ്ങൾ. അപ്പോൾ ഈ റിസ്റ്റിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നമുക്കിങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഷോൾഡറുമായിട്ട് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും അതേമാതിരി ലുംബാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനൊക്കെ നല്ലതാണ്. സ്പെസിഫിക്കലി ഇതിന് കുറച്ച് കൂടുതൽ സപ്പോർട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ടിവേറ്റ്സ് ദ മെറിഡിയൻ, ബെനിഫിറ്റ്സ് ദ ഐസ്, ബെനിഫിറ്റ്സ് ദ ഷോൾഡർ ആൻഡ് ആം, അലിവേറ്റ്സ് പെയിൻ. പ്രത്യേകിച്ച് മെറിഡിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലും ലോവർ ഏരിയയിലൊക്കെ ഉണ്ടാവുന്ന വേദനകൾ മാറാനും ഈ പോയിന്റ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ലൊക്കേഷൻ നമ്മൾ നോക്കി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഓക്കെ, അടുത്തത് സ്മാൾ ഇൻഡസ്ട്രീൻ 7 എന്നുള്ള പോയിന്റ് ആണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ഡോർസൽ അൾനാർ ആസ്പെക്ട്സ് ഓഫ് ദ ഫോറാം 5 ചൂൺ എബവ് ദ ട്രാൻസ്വേഴ്സ് ക്രീസ് ഓഫ് ദ റിസ്റ്റ്. റിസ്റ്റ് ക്രീസിൽ നിന്നും അപ്രോക്സിമേറ്റ്ലി 5 ചൂൺ മുകളിലാണ്. അതായത് SI5 നിന്ന് SI8 നമ്മളൊരു വര വരഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്ന കണക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ SI5 നോക്കി, SI6 നോക്കി, SI5 അതിന് മുമ്പുള്ള ക്രീസ് എന്നാണ്. നമ്മളങ്ങനെ വരയുന്ന സമയത്ത് SI8 എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്കറിയാം, കൈ മുട്ടിൽ വന്നിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ നമ്മൾ ജസ്റ്റ് കയ്യിൽ മിടിച്ചിട്ട് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അറിയില്ലേ? കളിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? ചിലപ്പോൾ നമ്മൾ അറിയാതെ എവിടെയെങ്കിലും തട്ടുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ എന്താ പറയുക അൾനാർ സൈഡിലും അതേമാതിരി മധ്യഭാഗത്തായിട്ട് 2 ബോണിന്റെ ജോയിന്റ്സ് നമുക്ക് കയ്യിൽ കാണാം. നിങ്ങൾ SI8 പഠിച്ചിട്ടുണ്ടാവും. അത് മറ്റേ 5 ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിൽ വരുന്ന സ്ഥലമാണ്. ആ ഭാഗത്ത് ശരിക്കും വന്നിട്ട് നമ്മൾ എന്തെങ്കിലും അറിയാണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തട്ട് എന്തെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷോക്ക് അടിക്കുന്ന ഫീൽ നമുക്ക് കിട്ടും. നിങ്ങൾ ക്ലാസ്സിലുണ്ടോ എല്ലാവരും? ഹലോ, ഉത്തരവാദില്ല. ആരും ഇതുവരെ എങ്ങനെ ഷോക്ക് അടിച്ചിട്ടില്ല ആ ഭാഗത്ത് ടച്ച് ചെയ്തിട്ട്? സോ ലൂ കണക്ടിങ് പോയിന്റ് ആണ് സ്മാൾ ഇൻഡസ്ട്രിയൽ മെറീഡിയന്റെ. ജോയിന്റ്സിന്റെ വീക്ക്നെസ്സിന് ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ ആമിന് പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല, പക്ഷെ ആമിന്റെ ഇഷ്യൂസിന് വേദനകൾക്കും അതേമാതിരി ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന വേദനകൾക്കും അതേമാതിരി തന്നെ ഭാരം കൂടുതലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഈ SI7 എന്നുള്ള പോയിന്റ്സും നമുക്ക് ഉപയോഗിക്കാം. ഏച്ചിങ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പെയിന് വേണ്ടിയിട്ട്. എൽബോന്റെ ബുദ്ധിമുട്ടുകൾക്ക് അവിടുത്തെ വേദനയോ ഡിസ്ഫങ്ഷൻ ആയി. ഹലോ, ഭാരം കൂടുതൽ ഉദ്ദേശിക്കുന്നത് കയ്യിനൊരു വെയിറ്റ് തോന്നും, ആ ഭാഗത്തൊക്കെ ഒരു അസ്വസ്ഥത തോന്നും. പ്രത്യേകിച്ച് നമ്മളുടെ ഹാർട്ട് മെറീഡിയൻ ആൻഡ് സ്മാൾ ഇൻഡസ്ട്രിയൽ മെറീഡിയൻ പോകുന്ന ഭാഗങ്ങളിലൊക്കെ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും നീഡിൽ ചെയ്യാം. പലപ്പോഴും നമുക്ക് ഹാർട്ട് മെറീഡിയനും സ്മാൾ ഇൻഡസ്ട്രിയന്റെയും പെയിൻ ഏരിയ തിരിച്ചറിയാൻ പെട്ടെന്ന് ക്ലയൻസിന് പറ്റില്ല. അപ്പൊ വ്യക്തമായിട്ട് അവർക്ക് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ക്ലയന്റിന്റെ അടുത്ത് ഒരു വിരലുകൊണ്ട് തൊടാൻ പറയാം, എവിടെയാ ഏത് ഭാഗത്തു കൂടിയാ വേദനിക്കുന്നത്. ഓക്കെ, ഒരുപാട് കുറച്ച് കൂടുതലാകുന്ന സമയത്ത് മാത്രമാണ് അത് സ്പ്രെഡ് ആവുക. അങ്ങനെ വെച്ചാൽ നിങ്ങൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു പെയിൻ ഇട്ട ശേഷം തിരിച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ പെയിനിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉറവിടം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതേമാതിരി തന്നെ എന്താ പറയാ മറുകുകളൊക്കെ ഉണ്ടല്ലേ, അതായത് എങ്ങനെയാ വെച്ചാല് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന എന്താ വാവറാട്സിന് എന്താ പറയാ, മറുക തന്നെയല്ലേ പറയാ. മറുകെന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് വരുന്നതാണ്. അതല്ലാതെയുള്ള ആരെങ്കിലും പറയാവോ? ഖാദർ സാർ ഉണ്ടെങ്കിൽ ഇപ്പൊ ഹെൽപ്പ് ചെയ്തേനെ. ബ്ലാക്ക് മോൾസ് പോലെയുള്ള സാധനങ്ങൾ അതെല്ലാം മാറാനും ഈ പോയിന്റ് നല്ലതാണെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഞാൻ സാധാരണ റാട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാറ് വെച്ചാൽ നല്ല ചുണ്ണാമ്പ്, അതായത് നീറ്റ് കക്കയുടെ ചുണ്ണാമ്പും അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ വാഷിംഗ് സോഡ അലക്കുകാരം സമാസമം മിക്സ് ചെയ്തിട്ട് ഈ റാട്സിന്റെ നേരെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊള്ളി കരിഞ്ഞു പോകും. ഒരു 1-2 മണിക്കൂർ വെച്ചാൽ മതി, നോക്കിക്കൊണ്ടിരിക്കണം. അത് ഒരുപാട് സ്കിന്നിലേക്ക് തട്ടുമ്പോൾ ആരുടെ എന്റെയാ? എല്ലാവർക്കും എങ്ങനെയാണോ കേൾക്കണത്? ഇല്ല, എല്ലാവർക്കും ഇല്ല. അപ്പൊ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ആയിരിക്കും. ഓക്കെ, സോ അതിന് നമുക്ക് ഇങ്ങനെ ചെയ്യാം, റാട്സ് മാറാനും മറ്റുമൊക്കെ. അതുകൊണ്ട് തന്നെ നീഡിലൂടെ മാറ്റാൻ. ഒന്നുകൂടി പറയോ, ഞാൻ കേട്ടില്ല ഈ നെറ്റിന്റെ. അതായത് നീറ്റ് കക്കാന്നിട്ട് ചുണ്ണാമ്പില്ലേ, ചുണ്ണാമ്പ്, അതേമാതിരി തന്നെ അലക്കുകാരം വാഷിംഗ് സോഡ സമാസമം എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെക്കുക. നമ്മുടെ സ്കിന്നിലൊക്കെ ടച്ച് ചെയ്ത് അവിടെ പൊള്ളിപ്പോവും. ഈ വാട്സിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊള്ളിപ്പോവും. അപ്പൊ ഒരുപാട് നേരം വെക്കണ്ട, ഏകദേശം സ്കിന്നിന്റെ ലെയർ വരെ എത്തുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകാൻ പറ്റും. അതിനുശേഷം അതിനെ വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ട് അവിടെ നെബോസിൽ പൗഡറോ എന്തെങ്കിലും ചെറിയ മുറിവ് ഉണങ്ങാൻ എന്തെങ്കിലും മഞ്ഞപ്പൊടിയോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. അരിമ്പാറയ്ക്കുമൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പം ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്ടിവേറ്റ്സ് ദ മെറീഡിയൻസ്. ഓക്കെ, ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഫ്രീ ചെയ്യുന്നു മെറീഡിയനിൽ. ഷെന്നിനെ കാം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ക്ലിയേഴ്സ് ഹീറ്റ്, അലിവേറ്റ്സ് പെയിൻ. ലൂ കണക്ടിങ് പോയിന്റിന്റെ പ്രത്യേകത നമുക്കറിയാം, പെയർഡ് ഓർഗനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഹാർട്ട് ആൻഡ് സ്മാൾ ഇൻഡസ്ട്രീനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പോയിന്റ് ആണ് SI7 എന്ന് പറയുന്നത്, ലൂ കണക്ടിങ് പോയിന്റ് ആയതുകൊണ്ട്. ഓക്കെ, SI7 എന്നുള്ളത് ഓക്കെ കയ്യിൻ്റെ വശത്താണ് വരുന്നത്. ഓക്കെ, വശത്ത് വന്നിട്ട് ബോണിന്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. SI5 SI8 ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ റിസ്റ്റ് ക്രീസിൽ നിന്നും 5 ചൂൺ മുകളിൽ വരുന്ന പോയിന്റാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ തന്നെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ SIയിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പെയിൻ ഉണ്ടാവും. ഓക്കെ, അടുത്തത് SI8 എന്നുള്ള പോയിന്റ് ആണ്. SI8 നിങ്ങൾക്കറിയാം, ആൾറെഡി വന്നിട്ട് ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിലേക്ക്
5 ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിലെ പോയിന്റാണ്. സ്മാൾ ഇൻഡസ്ട്രിയൻ മെറീഡ് ആയതുകൊണ്ട് അത് എർത്ത് പോയിന്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ കൂടുതൽ ഇതായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. എൽബോ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ തരം പെയിനിനും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എപ്പിലെപ്സിക്കും ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ ആമും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്മാൾ ഇൻഡസ്ട്രിയൻ മെറീഡിയൻ പോകുന്ന ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന വേദനകൾ മാറാൻ നല്ലതാണ്. ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. ഈ ഹീസി പോയിന്റ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതേമാതിരി തന്നെ ഹീസി പോയിന്റ്സ് ഒക്കെ റിബല്ലസ് ചീനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റാണ്. അപ്പോൾ സ്മാൾ ഇൻഡസ്ട്രിയനായിട്ട് ബന്ധപ്പെട്ടിട്ട് റിബല്ലസ് ചീ ഉണ്ട്, അതല്ലെങ്കിൽ ഡയറി ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തും ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഹീസി പോയിന്റിന്റെ പ്രത്യേകത ആയതുകൊണ്ടാണ്. ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാം, SI8 എന്നുള്ളത് ആ 2 ബോണിന്റെ ഇടയിലാണ്. ചിത്രത്തിൽ വന്നിട്ട് പുറത്തുള്ള പോലെ തോന്നും, കാരണം ചിത്രങ്ങളിലായതുകൊണ്ടാണ്. ആക്ച്വലി വന്നിട്ട് ആ ജോയിന്റിൽ 2 ബോണിന്റെ അൾനാർ പോയിന്റിന്റെയും ആ ജോയിന്റിൽ വരുന്ന ബോണിന്റെയും മീഡിയൽ എന്താ പറയാ ആ പൊന്തി നിൽക്കുന്ന ബോണിന്റെയും ഇടയിൽ വരുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് അറിയാതെ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുന്ന സെൻസേഷൻ ഉള്ള സ്ഥലമാണ്. ഓക്കെ, അടുത്തത് SI9 എന്നുള്ള പോയിന്റ് ആണ്. SI8ഉം റെഗുലറായിട്ട് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ കപ്പ് വെച്ചാൽ തന്നെ എൽബോ പെയിൻ ഒക്കെ മാറാൻ വളരെ നല്ലതാണ്. കൈകൾക്ക് വന്നിട്ട് ചിലവർക്ക് വന്നിട്ട് ഭയങ്കരമായിട്ടൊരു കടച്ചിലുണ്ടാവും. ആ കടച്ചിലൊക്കെ ഉള്ള സമയത്ത് ഈ പോയിന്റ് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും കേട്ടോ, കൈ കടച്ചിലിനൊക്കെ. SI8 സോറി, അത് വിട്ടുപോയതാണ്, അത് എഴുതിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, SI9 ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ കൈ മടക്കി വെക്കുന്ന സമയത്ത് ആ ലാസ്റ്റില് നമ്മളുടെ ക്രീസ് ഫിനിഷ് ചെയ്യുന്ന അപ്രോക്സിമേറ്റ്ലി 1 ചൂൺ മുകളിൽ. ഓക്കെ, നമ്മൾ സാധാരണ LU5ഉം അതേമാതിരി H3 ഒക്കെ എടുക്കുന്ന സമയത്ത് റിസ്റ്റ് ക്രീസിൽ എന്ന് പറഞ്ഞു, അതൊന്ന് അപ്രോക്സിമേറ്റ്ലി 1 ചൂൺ മുകളിലാണ്. അതേമാതിരി ബാക്ക് സൈഡിലെ കൈ ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് വെക്കുന്ന സമയത്ത് ആം പിറ്റിന്റെ ക്രീസ് ഫിനിഷ് ചെയ്യുന്നതും അപ്രോക്സിമേറ്റ്ലി 1 ചൂൺ മുകളിൽ നിങ്ങൾ വെച്ച് അമർത്തുന്ന സമയത്ത് ആക്ച്വലി വന്നിട്ട് ബോണിലെ ഫുള്ളായിട്ട് അമർത്തി മറ്റേ ഇൻവേർഡ്ലി അപ്വേർഡ്ലി നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ബോണിനെ ടച്ച് ചെയ്യുന്ന ലൊക്കേഷനാണ്. നിങ്ങളുടെ കൈ തന്നെ ഷോൾഡറിലേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് തൊടാവുന്ന പോയിന്റാണ് SI9 എന്നുള്ളത്. ഓക്കെ, പോസ്റ്റീരിയർ ആൻഡ് ഇൻഫീരിയർ ടു ദ ഷോൾഡർ ജോയിന്റ് വെൻ ദ ആം ഈസ് അഡക്റ്റഡ് ദ പോയിന്റ് ഈസ് 1 ചൂൺ അല്ലെങ്കിൽ 1 ഫിംഗർ വിഡ്ത്ത് അപ്രോക്സിമേറ്റ്ലി ഇഞ്ച് അബവ് ദ പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദ ആക്സിലറി ഫോസ. ഓക്കെ, സിമ്പിളായിട്ട് പറയണേ, കൈ ചേർത്ത് വെക്കുക, നമ്മളുടെ ബാക്ക് സൈഡിലുള്ള ആം പിറ്റിന്റെ അവിടെ നിന്ന് ഫിനിഷ് ചെയ്യുന്ന ആ വരയിൽ നിന്നും അപ്രോക്സിമേറ്റ്ലി 1 ചൂൺ മുകളിൽ. പെയിൻ ഇൻ ദ ഷോൾഡർ ആൻഡ് ആം, ഷോൾഡറിൻ്റെയും കൈകളിൽ ഉണ്ടാകുന്ന വേദനകൾക്ക് നല്ലതാണ്. അതേമാതിരി നമ്മൾ സ്കോർഫ്ലയെ കുറിച്ച് കുറേ പ്രാവശ്യം പറഞ്ഞു. സ്കോർഫ്ലയ്ക്ക് വന്നിട്ട് വളരെ ബെസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്ന പോയിന്റുകളിൽ ഒന്നുകൂടിയാണിത്. കാരണം ഇത്രയേറെ പോയിന്റ് സ്കോർഫ്ലയ്ക്ക് ഉണ്ട്. നിങ്ങൾക്ക് മോഡേൺ മെഡിസിനിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സിസ്റ്റത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയേറെ പോയിന്റ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത്രയേറെ മെഡിസിൻസ് ഇല്ല, ലിമിറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വളരെയേറെ മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ അസുഖങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയണ്ട, നമ്മളുടെ ഇടയിലുള്ള പല ആളുകളിലുണ്ട്. അവർക്കിത് അസുഖമാണെന്ന് അറിയില്ല, പിന്നെ പ്രത്യേകിച്ച് നമ്മളെല്ലാം കവർ ചെയ്ത് നടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് മാത്രം. കാരണം ഈ ഞാനിത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് 1 കൊല്ലത്തോളം ഞാൻ തിരൂരിൽ വരുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും. ഓക്കെ, അവിടെ 1ൽ കൂടുതൽ പേഷ്യൻസിന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇതേ ഇഷ്യൂസുമായിട്ട്. ഓക്കെ, പക്ഷെ എനിക്ക് അവിടെ വരുന്ന സമയത്ത് എനിക്ക് ഡോണിന് വേണ്ടി മാത്രം ഞാൻ വരുന്നത് കൊണ്ട് നീഡ്ലിംഗ് എൻ്റെ പോർട്ട്ഫോളിയോ ആയിരുന്നില്ല. അതില്ലാണ്ട് അവിടെ ആ ക്ലിനിക്കിൻ്റെ ഓണർ തന്നെയാണ് സമീർ, അവരാണ് ലേഡീസിനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കണ്ടത് മുഴുവനും കൂടുതലും സ്ത്രീകളിൽ തന്നെയാണ് ഇത് കണ്ടിരിക്കുന്നത് കേട്ടോ. അതേമാതിരി തന്നെ ടിനീറ്റസിന് ഈ പോയിന്റ് നല്ലതാണ്. മെറീഡിയൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം പെയിൻ റിലീവ് ചെയ്യാൻ സഹായിക്കുന്നു. അതേമാതിരി ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ പോയിന്റ് വളരെ നല്ലതാണ്. നിങ്ങൾ ആ ഷോൾഡറിന് ചുറ്റുമുള്ള പോയിന്റ് തന്നെ പലപ്പോഴും ഷോൾഡറിൻ്റെ കൈ പൊന്തിക്കാൻ പറ്റാതെ വരിക,
അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ, അല്ലെങ്കിൽ പെയിൻ, ഇതൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ LIയുടെയും അതേമാതിരി തന്നെ സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെയും ട്രിപ്പിൾ വാർമറിൻ്റെയും പോയിന്റ്സ് ഈ വശത്തുകൂടെ വരുന്നതിലൊക്കെ നീഡിൽ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഓറിക്കുലാർ തെറാപ്പിയിലും സുജോക്കിലൊക്കെ വന്നിട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചിടുകയാണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. അതേമാതിരി തന്നെ YNSA ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ സ്കാൽപ്പിന് നീഡിൽ ചെയ്യുന്നതും വളരെ എഫക്റ്റീവാണ് ഇങ്ങനെ ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാരണം ഷോൾഡർ മൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ട് ഇന്ന് കാലത്ത് ഒരുപാട് പേഷ്യൻസിന് ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ 1 കൊല്ലം മുമ്പ് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളെ ഒരു 1 ഇയർ ആൻഡ് 1.5 ഇയേഴ്സ് മുന്നിൽ നിങ്ങൾക്ക് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ടാകും. ഓരോ സീസണിലും ഓരോ ഇഷ്യൂസാണ് വരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഒബ്സർവ് ചെയ്തത് പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. നേരത്തെക്കാളും കൂടുതൽ പല്ല് വേദന ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പനി ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അത് സീസണിലാണ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയാണ്. അതേമാതിരി തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പോലും എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ടയേർഡ്നെസ്, സിവിയർ ടയേർഡ്നെസ് ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതാത് കാലഘട്ടങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ മറ്റേ എന്താ പറയുക, എപ്പോഴും ഒരു ഡിസ്കഷനിലും മറ്റും ഇരിക്കുന്നത് വളരെ നല്ലതാണ്. തമ്മിൽ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും, ഈ ഓരോ കാലഘട്ടങ്ങളിലും നിങ്ങൾക്ക് വരുന്ന കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് കൂടുതൽ ഡിസീസുമായിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ളവർക്കും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ പല കോമ്പിനേഷൻസ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് വന്നിട്ട് അവർ കുറേ ഏജ്ഡ് പേഴ്സൺ ആണ്, അവർക്ക് ഒരു ആയുർവേദ ഡോക്ടറാണ്, അവർ അലോപ്പതിയിലൊക്കെ പോയി മതിയായിട്ട് ആയുർവേദ ഡോക്ടറത്തേക്ക് വന്നതാണ്. അവർക്ക് എന്താ ഇഷ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുതലാണ്, ടോട്ടൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ മരുന്ന് കൊടുത്ത ഉടനെ അലോപ്പതിയിൽ മരുന്ന് കഴിച്ചു, കൊളസ്ട്രോൾ ലോ ആയി. പക്ഷേ ഈ എത്ര ടോട്ടൽ കൊളസ്ട്രോൾ കുറവായോ നേരത്തെ ബാലൻസ്ഡ് ആയിരുന്ന HDL കംപ്ലീറ്റ് കുറഞ്ഞു. ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലായിരുന്നു, അവർക്ക് HDL കറക്റ്റ് ആയിരുന്നു ആ കണ്ടീഷൻ. ഇത് ഫോണിലൂടെ സംസാരിച്ചാണ്, ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. തിരിച്ച് അവർക്ക് അലോപ്പതിയിൽ പോയ സമയത്ത് അവർ മരുന്ന് കഴിക്കുമ്പോൾ കൊളസ്ട്രോളൊക്കെ കുറയുന്നുണ്ട്. പക്ഷേ കൊളസ്ട്രോൾ കുറയുമ്പോൾ എന്താ സംഭവം, HDLും കുറയുന്നുണ്ട്. എന്നിട്ട് അവർ അത് നിർത്തിയിട്ട് ഇപ്പോൾ ആയുർവേദത്തിലേക്ക് വന്നു. ആയുർവേദത്തിൽ അവരും ഡയറ്റും മറ്റുള്ള കാര്യങ്ങളും എക്സസൈസും എല്ലാം പറഞ്ഞു കൊടുത്തു. സെയിം ഇഷ്യൂസ് തന്നെയാണ്. ഓക്കെ, സോ ഇനിയിപ്പോൾ അവർക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഒരു മെഡിസിനും ഇല്ലാതെ ഡയറ്റ് മാത്രം എടുത്തിട്ട് ഒരു നോർമൽ പാരാമീറ്ററിലേക്ക് വന്നിട്ട് ആ സമയത്ത് ഇവർ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണം. ടോട്ടൽ കൊളസ്ട്രോൾ എത്രയുണ്ട്, LDL എത്രയുണ്ട്, HDL എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് പിന്നെ 1 മാസം കൂടെ ഈ മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ ഈ 3ൻ്റെയും മറ്റേ മാർജിനൽ എങ്ങനെയാണ് മാറ്റം വരണമെന്ന് അറിയണം. ചില ആളുകളിൽ ബൈ ബർത്ത് തൊട്ട് തന്നെ അത് അങ്ങനെ തന്നെ ആയിരിക്കും, അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലവർക്ക് ബൈ ബർത്ത് തന്നെ ഒരു കിഡ്നി ഉണ്ടാവാറുള്ളൂ. പലർക്കും അത് അറിയുന്നത് അവരുടെ 60ഓ 70ഓ വയസ്സിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസായിട്ടൊക്കെ പോയി സ്കാൻ ചെയ്യാൻ പോകുമ്പോഴാണ്. ഇപ്പം എൻ്റെ നൈബർ ഒരാളുണ്ട്, അദ്ദേഹം വന്നിട്ട് മറ്റേ ഹെഡ് മാസ്റ്ററാണ് ഒരു സ്കൂളിലെ, ഹെൽത്തിയാണ്, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അങ്ങേര് ഇന്നാൾ ഈ ഇടയ്ക്ക് വന്നിട്ട് എന്തോ ഒരു ഇഷ്യൂസിന് പോകുമ്പോൾ ഇതെന്തുകൊണ്ടാണ് വന്നതെന്ന് പറയാം, അദ്ദേഹത്തിന് ഇടയിൽ ചെറിയൊരു ബുദ്ധിമുട്ടിന് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് ഒരു വാട്ടർ ഇംബാലൻസ് കണ്ടു. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക, യൂറിനറി ബ്ലാഡറിലോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ എനിക്ക് ഒരു കിഡ്നിയേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ അപ്പോഴാണ് പറയുന്നത് ബൈ ബർത്ത് തന്നെ അങ്ങനെ ആയിരുന്നു. ഈ ഇടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടിന് പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് അറിഞ്ഞത് കിഡ്നി ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു, ഒരു 2-3 സിറ്റിങ്ങിനകത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറ്റം വന്നു, അദ്ദേഹം പോയി, സ്ഥിരം കാണുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ഒബ്സർവേഷൻ പ്രോപ്പറായിട്ട് പോകാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഒരുപാട് പുതിയ സബ്ജക്റ്റ് പഠിക്കണം എന്നില്ല, നിങ്ങൾ ഉള്ളതിൽ തന്നെ മര്യാദയ്ക്ക് പഠിച്ചിട്ട്
അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിറയെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു വാട്ടർ ഇംബാലൻസ് പറഞ്ഞാൽ അത് എന്തുമാവാം. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കിഡ്നി ഉണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. ഞാൻ സ്റ്റോണോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്താ പറയുക അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂറിനറി ട്രാക്കും അല്ലെങ്കിൽ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചത്. അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്റ്റ് ഞാൻ വിട്ടുപോയിട്ട് സത്യം പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു വന്നത് നമ്മൾ? ചിലർക്ക് ബൈ ബർത്തിൽ തന്നെ ബൈ ബർത്തിൽ തന്നെ ചില ആളുകളിലേക്ക് ലോ ബി പി ഉണ്ടാവും. അതായത് നമ്മൾക്ക് സാധാരണ വരേണ്ട ബി പിയുടെ ലെവൽ ഇല്ലാതെ ഉണ്ടാവും. ചിലവർക്ക് എപ്പോഴും ഒരു ബൈ ബർത്ത് തന്നെ ഒരു 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 പൊടിക്ക് കൂടുതലായിരിക്കും, മാർജിനിൽ അല്ലെങ്കിൽ മാർജിനിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അതേമാതിരി തന്നെ ഷുഗർ ലെവലും അതേമാതിരി തന്നെ ആയിരിക്കും. ഒരു കുറേ കാലങ്ങൾ നോർമലായിട്ട് പെട്ടെന്ന് കൂടുന്നതും ബൈ ബർത്ത് തൊട്ട് തന്നെ ചെറിയൊരു, പക്ഷേ അതിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എങ്കിൽ നമ്മൾ വെറുതെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവരെ ഇതാക്കുന്നതിന് പകരം അവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ എന്തെങ്കിലും മരുന്നോ മെഡിസിനോ ഒക്കെ കൊടുത്ത് അവരെ തിരിച്ച് കൂടുതൽ കുഴപ്പത്തിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ജമീല മാം പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. എന്തോ പറയുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കുന്നില്ല. അപ്പം വീഡിയോ ഞാനൊന്ന് ഓൺ ചെയ്യാം. SI9 അതായത് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പ്രസ് ചെയ്യും, ഇത്രയും ഭാഗം. അപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ SI9 വരുന്നത്, ഈ ഭാഗം കേട്ടോ. നിങ്ങളിവിടെ ഇങ്ങനെ, അതായത് ഇൻവേർഡ്ലി അവൻ്റെ അപ്വേർഡ്ലി പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ബോണിന്റെ ഭാഗത്ത് കിട്ടുമ്പോൾ അവിടെ എന്തെങ്കിലും പെയിനോ മറ്റോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് നീഡിൽ ചെയ്യാം. പ്രത്യേകിച്ച് കാണുന്നില്ലേ? ഹലോ, കാണുന്നില്ല? വീഡിയോ കാണുന്നില്ല സാറേ. കാണുന്നുണ്ടല്ലോ. ചിലർക്ക് കാണുന്നു, ആർക്കും കാണുന്നില്ലെങ്കിൽ എന്റെ ഭാഗത്ത് കുഴപ്പമായിരിക്കാം, പക്ഷെ ചിലർക്ക് കാണുന്നുണ്ടല്ലോ. സാറിന് 2 അക്കൗണ്ട് ഉണ്ട് തോന്നുന്നു, അതുകൊണ്ടാണോ? അതുകൊണ്ടാണ്. ഒന്ന് പ്രസന്റ് ചെയ്യാനും ഒരെണ്ണം സ്ക്രീൻ പ്രസന്റ് ചെയ്ത് എനിക്ക് വേറെ ഒന്നും കാണാം. അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു ഇതും കൂടെ വേണം. അതുകൊണ്ടാണ് എനിക്കറിയില്ല ഒറ്റ സിസ്റ്റത്തിൽ തന്നെ അത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണത്തിൽ എപ്പോഴും ലോഗിൻ ആവുന്നത്. ഓക്കെ. കാണുന്ന ആൾക്കാര് നിങ്ങളെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അത് പറഞ്ഞു കൊടുക്കും. സ്ക്രോൾ ചെയ്ത് മതി മുകളിലോട്ട്, അപ്പൊ കാണും. സ്ക്രോൾ ചെയ്തിട്ടും കാണില്ല. ഓക്കെ, അല്ല കണ്ടവര് പറഞ്ഞു കൊടുത്താൽ മതി, കാണാത്തവർക്ക് പ്രശ്നം കഴിഞ്ഞല്ലോ. ഇത് ലൊക്കേഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതേമാതിരി കൈയോടെ തന്നെ SI10 കൂടെ പറയാ. ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് SI9 അതിന് പകരം ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത ഉടനെ നിങ്ങൾ ഈ കൈ ഒന്ന് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പലിന്റെ മുകളില് ഈ ഒരു കാണാം കൈ. മാം ഇവിടെ സംസാരിക്കുകയാണോ അത് അവിടുത്തെ ടിവിയുടെ ശബ്ദമാണോ എന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്ത് വരുന്ന ലൊക്കേഷൻ ആണ് SI10 കേട്ടോ. ലൊക്കേഷൻ മനസ്സിലാവുണ്ടോ? കാണുന്നവര് പിന്നീട് നിങ്ങൾ നേരിട്ട് കാണുമ്പോഴോ മറ്റേ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോളാം. ഓക്കെ, SI10 എന്നുള്ള പോയിന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞു. ഓക്കെ, ഓൺ ദ ഷോൾഡർ ഡയറക്ട്ലി അബവ് ദ പോസ്റ്റീരിയർ ആൻഡ് end of the axillary fossa in the depression inferior to the scapular spine. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് ആണ്. നമുക്ക് ഷോൾഡർ ഒക്കെ വേദനിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് അറിയാതെ തന്നെ അവിടെ അമർത്തി പോകാറുണ്ട്. ഓക്കെ, ഇത് സ്മാൾ ഇൻറ്റസ്റ്റൈനും യൂറിനറി ബ്ലാഡറിന്റെ മെറീഡിയനും തമ്മിൽ ക്രോസ് ആവുന്നതാണ്. അതുകൂടാതെ യാങ്വി മറ്റേ എക്സ്ട്രാ ഓർഡിനറി വെസൽസിലെ യാങ്വി ആൻഡ് യാങ്ചിയോ വെസൽസും കൂടെ ക്രോസ് ആവുന്ന പോയിന്റ്സ് ആണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പ്രത്യേകിച്ച് ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസിലും. ആരെങ്കിലും സംശയം ചോദിച്ചോ? JAS എന്നുള്ള അവിടെ നിന്നാണ് വോയിസ് വന്നത്.
സ്കാർഫിലേക്കും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അലിവേസ് ദ പെയിൻ, മെയിനായിട്ട് ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഈവൻ നിങ്ങൾ നന്നായി മസാജ് ചെയ്യുന്ന സമയത്ത് പോലും അവിടെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഷോൾഡറിന് റിലീഫ് ആവാൻ വളരെയേറെ ഹെൽപ്ഫുള്ളായതാണ്. പ്രത്യേകിച്ച് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ ആകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ SI10 നന്നായിട്ട് തന്നെ വർക്കാവും. ഓക്കെ, ലൊക്കേഷൻ SI10. ഓക്കെ, ഏകദേശം എത്ര ചൂണ് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ SI9 അപ്രോക്സിമേറ്റ്ലി 3-4 ചൂണ് വരും. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ ദ ഏരിയ. ഷോൾഡർ പെയിനുള്ള സമയത്ത് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി 1-2 ക്ലയൻറ്റ് വരുന്ന സമയത്ത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, SI11 എന്നുള്ള പോയിന്റാണ്. ഓക്കെ, അത് കുറച്ച് എവിടെയായിട്ടാണ് വരണം? താഴെയായിട്ടാണ്. എന്തോ കാരണം സ്മാൾ ഇൻഡസ്ട്രിയൻ കക്ഷത്തിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സിക്സാക്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഒന്ന് Z പോലെ താഴേക്ക് വന്നിട്ട് പിന്നെയും പോയിട്ട് പിന്നെ ഒന്നുകൂടെ അങ്ങോട്ട് വശങ്ങളിലേക്ക് ചരിഞ്ഞിട്ടാണ്. അപ്പോൾ ലൊക്കേഷൻ നോക്കി വെച്ചോളൂ. ഓക്കെ, സ്കാപ്പുല നമ്മുടെ കൈയിൻ്റെ പിന്നിൽ പരന്നിട്ടുള്ള ബോണിൻ്റെ ഏകദേശം നമ്മളുടെ 1/3 ഭാഗം, അതായത് നമ്മൾ എങ്ങനെയാണോ കാലിൽ K1 നോക്കിയത് 1/3 വരുന്നതെന്ന് പറഞ്ഞു. അതേമാതിരി കുറച്ച് അപ്പർ റീജിയനിൽ വരുന്ന സ്ഥലമാണ്, അപ്രോക്സിമേറ്റിലാണ്. ഏറ്റവും ബെസ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പ്രസ് ചെയ്ത് നോക്കുക. ആ ബോണിൻ്റെ അവിടെ അതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴി കിട്ടും. അവിടെ മാത്രം ബോൺ ഇല്ലയോ എന്ന് തോന്നും. ഓക്കെ, സോ അവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിവിയർ ആയിട്ട് പെയിൻ ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ടെങ്കിൽ ആ പോയിന്റ് നിങ്ങൾക്ക് നീഡിൽ ചെയ്യാം. ഇത് പ്രസ് ചെയ്ത് നോക്കിയിട്ട് പെയിൻ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിനേക്കാൾ എളുപ്പം അത് വേണോ വേണ്ടയോ എന്നുള്ളത് അറിയാൻ നിങ്ങൾ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. സിവിയർ ആയിട്ട് പെയിൻ ഉണ്ടെങ്കിൽ നീഡിൽ ചെയ്യാം. ഓക്കെ, in the region of the scapula, in the depression in the center of the scapular fossa level with the 4th thoracic vertebra, approximately 4ാമത്തെ thoracic vertebra ഈക്വൽ ആയിട്ട് വരുന്ന സ്ഥലത്താണ്, പാരലൽ ആയിട്ട് വരുന്ന സ്ഥലത്താണ്, സ്കാപ്പുലയിൽ വരുന്ന പോയിന്റ് ആണ്. അപ്രോക്സിമേറ്റ്ലി മധ്യഭാഗത്തായിട്ടാണ് വരിക. സ്കാപ്പുല നിങ്ങൾക്കറിയാം മുകൾ ഭാഗം വീതി കൂടുതലും താഴെ വീതി കുറവുമുള്ള ഒരു ഷേപ്പിലാണ് അതുള്ളത്. ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്ക് സൈഡിലാണെങ്കിലും ശരി, ഫ്രണ്ട് സൈഡിലാണെങ്കിലും ശരി, അപ്പർ സൈഡിലാണെങ്കിലും ശരി. അതേമാതിരി തന്നെ ആമിലെ വേദനകളൊക്കെ മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ആസ്മയ്ക്ക് വളരെ നല്ലതാണ്. അക്യൂട്ട് മാസ്റ്റിസി, അതായത് ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള വേദനകൾ വരികയാണെങ്കിലും ആസ്മയ്ക്കും ഈ പോയിന്റ് നല്ലതാണ്. എന്തുകൊണ്ടാണ് ഇത് ആസ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലങ്ങിൻ്റെ നേരെ ബാക്കിൽ വരുന്ന പോയിന്റാണ്. അതേമാതിരി തന്നെ ബ്രസ്റ്റിൻ്റെ നേരെ ബാക്കിൽ വരുന്ന പോയിന്റാണ്. ആഷിയായിട്ട് അല്ലെങ്കിൽ ലോക്കൽ പോയിന്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യണത്. SI11 ഈ ഒരു ഇഷ്യൂസിന് മെറിഡിയനെ ആക്ടിവേറ്റ് ചെയ്യാൻ നല്ലതാണ്, പെയിൻ മാറാൻ നല്ലതാണ്, സപ്പോർട്ട്സ് ബ്രസ്റ്റ്. അതേമാതിരി തന്നെ ഫ്രീസ് ദ ചെസ്റ്റ് ആൻഡ് മൂവ്സ് ദ ചീസ്. അപ്പോൾ ചെസ്റ്റ് ഏരിയനെ ഫ്രീ ചെയ്യാനും നല്ലതാണ് ഈ പോയിന്റ്. അതേമാതിരി തന്നെ ബ്രസ്റ്റ് സാഗിങ് കൂടുതലുള്ളവർക്കൊക്കെ ഈ പോയിന്റ് നിങ്ങൾ വന്നിട്ട് ഡൗൺവേർഡ് മസാജ് ചെയ്യുന്നതും നല്ലതാണ്. പെർപെൻഡിക്കുലർ ഓർ ഒബ്ലിക് ഇൻസർട്ടേഷൻ. ഓക്കെ, ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാകുന്ന നമുക്ക് തൊറാസിക് 4 and 5 ഏകദേശം ലെവലായിട്ട് വരുന്ന ഒരു പോയിന്റാണ്. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മസാജ് പെയിൻ നന്നായിട്ട് കിട്ടും. ഓക്കെ, ഈ 3 പോയിന്റ് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കയ്യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷോൾഡറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റാണ് SI10, SI9, SI11. എന്തിനാ അത് കാണിച്ചു വെച്ചാൽ ആ ഇമ്പോർട്ടൻ്റ് പറയാൻ വേണ്ടിയിട്ടല്ല. SI10 നേരെ താഴെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഈ പോയിന്റ് വരിക. നമ്മൾ ആൾറെഡി ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രയാങ്കുലർ ആയിട്ട് വരുന്ന എല്ലാ പോയിന്റ്സിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. ട്രയാങ്കുലർ മാത്രമല്ല, നിങ്ങൾ അവിടെ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ ഏതെങ്കിലും ഒരു ഷേപ്പ് നിങ്ങളുടെ മനസ്സിനകത്ത് കൺസിഡർ ചെയ്തിട്ട് നീഡിൽ ചെയ്യുന്നതിനൊക്കെ പവർ കൂടുതലാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഒരു ട്രയാങ്കുലർ, ബുദ്ധാസ് ട്രയാങ്കുലർ എന്നുള്ളത് ഖാദർ സാർ പറഞ്ഞ സമയത്ത് ട്രയാങ്കിളിന് മാത്രമല്ല എല്ലാം നിങ്ങൾക്ക് ഒരു റൗണ്ട് ഷേപ്പ് നിങ്ങൾ കണക്ട് ചെയ്തിടുന്ന സമയത്ത്, ഡ്രാഗൺ നീഡിൽ ഇടുന്ന സമയത്ത് റിസൾട്ട് കൂടുതലാണ്. നിങ്ങൾക്ക് അവിടെ ഒരു ഷേപ്പ് ഇമാജിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി സാധാരണ ഇടുന്നതിനേക്കാളും എപ്പോഴും
കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് ഒരു പ്രോട്ടോകോൾ വെക്കുക. ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലിടും, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലിടും, റൗണ്ട് ഷേപ്പിലിടും. അങ്ങനെ ഒരുപാട് സ്റ്റൈലിൽ ചെയ്യാൻ പറ്റും. അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം അദ്ദേഹം അങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കാറില്ല. MK ശാസ്ത്രി സാറുണ്ട്, അദ്ദേഹം ഇതിനകത്ത് ഭയങ്കര എക്സ്പേർട്ടാണ്. പ്രത്യേകിച്ച് ഷേപ്പ് നീഡിലിങ്ങിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതേമാതിരി തന്നെ സൊമോടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിലും വളരെയേറെ മാപ്പിംഗ് എന്നാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിക്കുക. മാപ്പിങ്ങിനും വളരെയേറെ എന്താ പറയുക, ഭയങ്കര മിറാക്കിൾസ് റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അടുത്തത് നമ്മൾ SI12 എന്നുള്ളതാണ്. ഓക്കെ, ലൊക്കേഷൻ നോക്കിയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും. ഓക്കെ, SI11 മുകളിലാണ് SI10 ഏകദേശം ഈക്വൽ ആയിട്ട് വരുന്നൊരു സ്ഥലം. ഓക്കെ, SI10 ഒരു പൊടിക്ക് മുകളിലായിട്ട് വരും. നിങ്ങൾ അങ്ങനെ ഒരു പൊടിക്ക് മുകളിൽ നിന്നൊക്കെ നോക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെയുള്ള ബോണിന്റെ ലൊക്കേഷൻ ഏകദേശം അറിയാം, അത് വെച്ചിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത് തന്നെ നോക്കുക ലൊക്കേഷൻ. ഓക്കെ, കാരണം പല ആളുകളും വന്നിട്ട് ഒരേ പൊസിഷനിലല്ല, ഷോൾഡർ പ്രത്യേകിച്ച് ചിലവരുടെ വിരിഞ്ഞ ഷോൾഡർ ആയിരിക്കും, ചിലവർ അകത്തോട്ട് കുനിഞ്ഞ് ലങ്സിനെ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെസ്റ്റിനെയും നമ്മുടെ മറ്റേ തൊറാസിക് റിബ് കേജിനെയൊക്കെ വളച്ചിട്ടൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അപ്പോൾ അപ്രോക്സിമേറ്റ് വെച്ചെടുക്കുക, അവിടെ പ്രസ് ചെയ്ത് നോക്കുക, പെയിൻ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾക്ക് കൈവച്ച് തൊട്ട് നോക്കാവുന്നത് തന്നെയാണ്. SI10 ഒരു അരച്ചൂണ് അല്ലെങ്കിൽ ഒരു ചൂണിന്റെ ഇടയിലായിട്ട് ടുവേർഡ്സ് സ്പൈനിന്റെ ഭാഗത്തേക്ക് വരുന്ന ലൊക്കേഷനാണ്. In the region of the scapula, in the center of the scapula, suprascapular fossa, directly above SI11. SI11 നേരെ മുകളിലാണ്. In the depression when the arm is lifted, കൈ പൊന്തിക്കുന്ന സമയത്ത് നമുക്ക് SI9 അതേമാതിരി കിട്ടും. ഓക്കെ, SI10 അതിൻ്റെ ഏകദേശം പാരലായിട്ട് ഇനിയൊരു കുഴിയും കൂടെ കിട്ടും ടുവേർഡ്സ് സ്പൈനിലേക്ക് പോകുമ്പോൾ. ഓക്കെ, മറ്റേ ലാറ്ററൽ അല്ല, മീഡിയൽ സൈഡിലേക്ക് വരുമ്പോൾ. ഈ പോയിന്റും അതേമാതിരി തന്നെ ക്രോസിംഗ് പോയിന്റ് ആണ്. ഏതൊക്കെ മെറിഡിയൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാൾ ഇൻഡസ്ട്രിയൻ, ലാർജ് ഇൻഡസ്ട്രിയൻ, സാൻജിയാവോ, ട്രിപ്പിൾ വാർമർ ആൻഡ് ഗാൽ ബ്ലാഡർ, ഇത്രയും യാങ് മെറിഡിയൻസ് എല്ലാം തന്നെ ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഗാൽ ബ്ലാഡർ ഉണ്ട്, ട്രിപ്പിൾ വാർമർ ഉണ്ട്, ലാർജ് ഇൻഡസ്ട്രിയൻ ഉണ്ട്, സ്മാൾ ഇൻഡസ്ട്രിയൻ ഉണ്ട്. സോ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പോയിന്റ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് സ്കാപ്പുലർ റീജിയൻ. ഈ പോയിന്റ്സ് എല്ലാം നല്ല തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ ഒരു പൊടിക്ക് ഇതും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് വഹിക്കുന്ന പോയിന്റാണ്. ഓക്കെ, അതേമാതിരി ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം? കൈകളിലെ നംനെസ്സിനും വേദനയ്ക്കും ഉപയോഗിക്കാം. സ്കാൽപ്പുലർ റീജിയനിലും ഷോൾഡർ റീജിയനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉപയോഗിക്കാം. ഫങ്ഷൻസ് എന്താണ്? ഷോൾഡറിനെയും സ്കാപ്പുലർ റീജിയനെയും സപ്പോർട്ട് ചെയ്യുന്നു. ഈ സ്കാപ്പുലർ റീജിയനെ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം തന്നെ ചെസ്റ്റ് റീജിയനെയും കൂടെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് പ്രത്യേകിച്ച് എഴുതാറില്ല. നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു ഗ്യാസ്ട്രിക്സ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് പെയിൻ വരികയാണെങ്കിൽ SI12 ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ചെസ്റ്റ് റീജിയനെ ഫ്രീ ചെയ്യാൻ ഈ പോയിന്റും കൂടെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റും കൂടെയാണ് ഇത്. അത് എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞു. ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. SI11 ഏകദേശം നേരെ മുകളിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾ അവിടെ നിന്ന് തൊട്ടൊക്കെ നോക്കൂ. നിങ്ങളുടെ കൈകളിലും വീട്ടിലുള്ളവരുടെയൊക്കെ ആദ്യം തൊട്ട് നോക്കി തന്നിട്ട് ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഷോൾഡർ പെയിൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഷോൾഡറിൽ അസ്വസ്ഥതയുള്ളവരൊക്കെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നീഡിൽ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം അവരൊന്ന് മൂവ് ചെയ്യാൻ പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് മറ്റേ അതേ കയ്യിലിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് കയ്യിൽ നിങ്ങൾ നീഡിലിട്ടാലും അത് കറക്റ്റായിട്ട് വർക്ക് ആവും. ഡ്രൈക്കപ്പ് ചെയ്താൽ മതിയോ? ഡ്രൈക്കപ്പ് ചെയ്യാൻ പറ്റുമോ? ഡ്രൈക്കപ്പ് ചെയ്യാം, പറ്റാവുന്ന സ്ഥലം തന്നെയാണ്. അതിനൊരു എഫക്ട് ഉണ്ടാവില്ലേ? നീഡിലിന്റെ എഫക്ട് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഡ്രൈ കപ്പിൽ സെഡേഷനും സ്റ്റിമുലേഷൻ കൊടുക്കാറുണ്ടോ? വെറുതെ കപ്പ് വെക്കാനാണോ? ഹലോ, എനിക്ക് കേൾക്കുന്നില്ല നിങ്ങൾ പറയണത്. ഒലിവ് ഓയിൽ വെച്ചിട്ടല്ലേ ജസ്റ്റ് മസാജ് ചെയ്തിട്ട്? അല്ല, ഞാൻ നിങ്ങൾ കപ്പിംഗ് വെക്കാറുണ്ടോ പതിവ്, അതോ കപ്പിംഗിൽ തന്നെ സ്റ്റിമുലേഷൻ സെഡേഷൻ ഒക്കെ വർക്ക് ചെയ്യിക്കാറുണ്ടോ എന്ന് അറിയാനാ? അല്ല, വെറുതെ കപ്പ്. ഓക്കെ, അതെങ്ങനെ സാറേ സെഡേറ്റ് ചെയ്യുന്നത്? നമുക്ക് ലാസ്റ്റില് ക്ലാസ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം അതിനെ കുറിച്ചിട്ട്. അതല്ലേ നല്ല.
അല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെയും സമയം പോകും, പിന്നെ SIക്ക് വേണ്ടി ഇനി ഒരു ദിവസം ഇരിക്കേണ്ടി വരും. കുറച്ച് പോയിന്റ് കൂടെ ഉള്ളൂ, ഇപ്പോൾ കഴിയാറായില്ലേ. SI 13, ഓക്കെ. In the region of the scapula on the medial extremity of the suprascapular fossa widely between SI10 and thoracic 12ന്റെ അപ്രോക്സിമേറ്റ്ലി മധ്യഭാഗത്തായിട്ട് വരുന്ന പോയിന്റ് ആണ്. അതേ ലെവലിൽ തന്നെയാണ്. ഓക്കെ, ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം. ഈ സ്കാപ്പുലർ റീജിയൻ, ഷോൾഡർ റീജിയൻ, നിങ്ങളുടെ ചെസ്റ്റ് റീജിയൻ, ബ്രസ്റ്റ് റീജിയനിൽ വരുന്ന ഇഷ്യൂസിനാണ് ഇത് മെയിൻ ആയിട്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ കൂടുതൽ നോക്കുന്നില്ല. ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് 12 ഏകദേശം മറ്റേ SI10 നിന്നും നമ്മുടെ സ്പൈനൽ കോഡിന്റെ ബിറ്റ്വീൻ ആണ്. അതിൻ്റെ അടുത്ത് ചിത്രം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. SI9ന്റെ മുകളിൽ SI10 വരും, പിന്നെ SI11 താഴേക്ക് വരും, അത് കഴിഞ്ഞ് SI12 മുകളിലേക്കാണ്. അതിന് ലൈറ്റ് ആയിട്ടാണ് മാറ്റം വരുന്നത് SI13, പിന്നെ ലൈറ്റായിട്ട് അങ്ങോട്ട് ഷോൾഡറിന്റെ റീജിയനിലേക്ക് പതുക്കെ അത് കയറിപ്പോകും. ഓക്കെ, ഈ ഒരു ഇത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ കപ്പ് ചെയ്യുന്നതും കപ്പിംഗ് മസാജ് ചെയ്യുന്നതെല്ലാം തന്നെ ഷോൾഡറുമായിട്ടുള്ള ഇഷ്യൂസിന് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മസാജ് വേണമെന്നില്ല, 2-3 കപ്പ് വെച്ചാലും ആ ഭാഗം കവർ ചെയ്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. ഓക്കെ, ഓൺ ദ ബാക്ക് 3 tune lateral to the lower border of the spinous process thoracic 1. 3 tune ലാറ്ററൽ സൈഡിലായിട്ട് വരുന്ന പോയിന്റ് ആണ്. ഇത് തന്നെയാണ് സ്റ്റിഫ് നെക്കിനും കൂടെ ആഡ് ചെയ്താൽ മതി. ഷോൾഡർ പെയിന്, ആം പെയിന്, നെക്ക് പെയിന്, സ്റ്റിഫ്ഡ് നെക്കിന്. ഓക്കെ, SI14, SI13ന്റെ സ്വല്പം മുകളിലായിട്ട് വരും. നമ്മുടെ ട്രിപ്പീഷ്യസ് മസിൽസ് ഒക്കെ വരുന്നതിൻ്റെ ആ ബോർഡറിൽ തന്നെയാണ്. ഓക്കെ, ഇതിനകത്തൊക്കെ ഞാൻ ആ ചിത്രം തന്നത് ഇത്രയും ഏരിയ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ ഒരു കപ്പോ 2 കപ്പോ 3 കപ്പോ വെച്ചാൽ ആൾമോസ്റ്റ് ഈ പോയിന്റ്സ് എല്ലാം തന്നെ കവേർഡ് ആണ്. SI15 on the back 2 tune lateral to the lower border of the spinous process C7, cervical 7 നിന്നും 2 tune lateral. അപ്പോൾ നേരത്തെ കണ്ട 14നേക്കാളും സ്വല്പം മുകളിലായിട്ട് ഈ പോയിന്റ് വരും. കഫിന് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്. ഓക്കെ, പെയിനിന്റെ ഷോൾഡർ ബാക്ക് എൻഡ് നല്ലതാണ്. ലങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ് SI15. ഓക്കെ, അതേമാതിരി തന്നെ ചില ആളുകളിൽ വന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ, അതായത് ബ്ലീഡിങ്ങിൻ്റെ, അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ചില ആളുകൾക്ക് ബ്ലഡ് വരാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവാൻ ബുദ്ധിമുട്ടുള്ള ക്ലയൻസ് ഉണ്ട്. ചിലവർക്ക് ബൈ ബർത്ത് തന്നെ ബ്ലഡ് ക്ലോട്ട് ആവില്ല. ഓക്കെ, ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അവരൊരു കുട്ടികൾ വീണ് കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു മുറിയായി കഴിഞ്ഞാലോ അവരെ വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യണം. ചെറിയ മുറിവാണെങ്കിൽ പോലും നിൽക്കാതെ തന്നെ ബ്ലഡ് വരും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ SI 15 അതേമാതിരി മറ്റേ DU14 എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് നിങ്ങൾ കപ്പ് ചെയ്ത് വെക്കുന്നത് റെഗുലറായിട്ട് വെച്ച് കൊടുക്കുക. കപ്പ് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ എന്നിട്ട് അതിന്റെ ഇഷ്യൂസ് മാറും. ചില ഹീമോഫീലിയ കേസ് ഇത് സെയിം ആണോ? അതെ അതെ, അത് മറ്റേ എനിക്ക് പ്രാക്ടിക്കലായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള പോയിന്റ് ആണ്. അവർക്ക് അക്യുപഞ്ചർ നീഡിൽ ചെയ്താൽ പോലും വന്നിട്ട് ഒരുപാട് നിൽക്കാതെ മറ്റുള്ളവരെക്കാളും കൂടുതൽ ബ്ലഡ് വരുമായിരുന്നു. നമ്മൾ റെഗുലറായിട്ട് ഈ ഭാഗങ്ങളിൽ കപ്പിംഗ് ആണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കപ്പ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ നീഡിലിടുന്ന സമയത്ത് വരുന്ന ആ പെയിൻസ് വന്നിട്ട് സാധാരണമാതിരി ഒരു ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവാനും മറ്റുമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇപ്പോഴല്ല, കോവിഡിന് മുമ്പായിരുന്നു ഓക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോവിഡിന് ശേഷം നിങ്ങൾക്ക് അറിയാലോ, ആ സമയത്ത് കുറേയേറെ ആളുകൾക്ക് ദൂരെ നിന്ന് വരുന്നവരൊക്കെ വരാൻ പറ്റാതാകുകയും പിന്നെ അവർ ലോക്കലിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും വേറെ ആരെങ്കിലും. നല്ല മാറ്റം ഉണ്ടായിരുന്നാണ്. ചെറിയ കുട്ടിയാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ കുട്ടി ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് കളിക്കാൻ പോലും പോവില്ല. അവർക്ക് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ബ്രഷ് ചെയ്യുമ്പോൾ പോലും ഭയങ്കര ബ്ലീഡിംഗ് ആയിട്ട് ബ്ലഡ് വന്നാൽ നിൽക്കില്ല. സിവിയർ കേസസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, SI 16 എന്നുള്ളതാണ്. ഇത് സ്റ്റെർണോക്ലോയിഡോ മാസ്റ്റോയിഡ് മസിൽസിന്റെ ലാറ്ററൽ സൈഡിൽ വരുന്ന എഡ്ജിൽ വരുന്ന പോയിന്റ് ആണ്. ആഡംസ് ആപ്പിളിന് ഏകദേശം ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഓൺ ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ നെക്ക് ഇൻ ദ പോസ്റ്റീരിയർ ബോർഡർ ഓഫ് ദ സ്റ്റെർണോക്ലോയിഡോ മാസ്റ്റോയിഡ് മസിൽസ് അല്ലെങ്കിൽ SCM എന്ന് പറയും. ഓക്കെ, LI 8 നിന്നും പുറത്ത് വരുന്ന, അതൊക്കെ ബാക്ക് സൈഡിലേക്ക് വരുന്ന പോയിന്റ് ആണ്. ആഡംസ് ആപ്പിളിന്റെ ഏകദേശം പാരലായിട്ട് വരുന്ന പോയിന്റ് ആണ് SI 16. ഓക്കെ, വിൻഡോ ഓഫ് സ്കൈ പോയിന്റ് എന്നാണ് ഇതിനെ വിളിക്കുക. ഓക്കെ,
സോർ ത്രോട്ടിന് നല്ലതാണ്, സഡൻ ലോസ് ഓഫ് വോയിസിന് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ കുട്ടികളിൽ വന്നിട്ട് സംസാരിക്കാനുള്ള ടൈം ഡിലേക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, നിങ്ങൾക്ക് ഈ LI-18 അതേമാതിരി തന്നെ മറ്റേ നമ്മുടെ റൺ ചാനലിൽ കഴുത്തിൻ്റെ ആ കുഴിയിൽ വരുന്ന പോയിന്റ് വളരെ നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പോയിന്റ്സ് ഒക്കെ തന്നെ കഴുത്തിന് ചുറ്റുമുള്ള പോയിന്റ്സ് ഒക്കെ തന്നെ വോയിസ് ക്ലിയർ ആവാൻ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. ഓക്കെ, അതേമാതിരി തന്നെ നെക്ക് വന്നിട്ട് റിജിഡിറ്റി ഉള്ള ആളുകൾക്കൊക്കെ ഈ പോയിന്റ് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അതേമാതിരി ടിനീറ്റസിന് ഡെഫ്നെസ്സിനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി ചിലവർ ബൈ ബർത്ത് തന്നെ കഴുത്തൊക്കെ സിവിയർ ആയിട്ടുള്ള എന്താ പറയുക, എങ്ങനെ പറയാം, ഒരു മരക്കഷ്ടത്തിൽ തൊടുന്നത് പോലെ ആയിരിക്കും, അത്ര ടൈറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് കഴുത്തൊന്നും നേരാവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല. 2 വീലർ ഓട്ടിക്കുന്നതൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. കാരണം പെട്ടെന്ന് മറ്റേ തിരിക്കുമ്പോഴൊക്കെ വന്നിട്ട് സൈഡിലേക്ക് നോക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള പേഷ്യൻസിൽ പോലും നമ്മൾ റെഗുലറായിട്ട് ഇവിടെ ഗൂഷ ടൈപ്പ് മസാജ് ചെയ്തിട്ട് വളരെയേറെ, അതായത് ആൾമോസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ നോർമലായിട്ട് ഒരാളുടെ കഴുത്തിൽ തൊടുന്ന അത്ര മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹം പോലും പറയുന്നു, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണെങ്കിൽ എനിക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു എന്ന് പറയുകയും വർഷങ്ങൾക്ക് ശേഷം 2 വീലറൊക്കെ ധൈര്യമായിട്ട് ഓട്ടാൻ തുടങ്ങിയ കേസ് പോലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഏരിയയിലെല്ലാം തന്നെ മറ്റേ ഗൂഷ മസാജ് അറിയില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക, അത്രയേ ഉള്ളൂ. കൈകൊണ്ട് ചെയ്യാം. നമ്മൾ എത്ര പേര് കൈകൊണ്ട് ചെയ്യും? നമുക്ക് നമ്മുടെ എനർജി ലോസ് വേസ്റ്റ് ആവും, നമുക്ക് കൈ വേദനയും വരും. അപ്പോൾ ചെറിയ മറ്റേ ഗൂഷ സ്റ്റിക്ക് കിട്ടും, അത് വെച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ മതി. ഗൂഷ സ്റ്റിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിലുള്ള എന്താ പറയുക, പിഞ്ഞാണത്തിന്റെ സ്പൂണോ മരത്തിന്റെ സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ പൊട്ടിപ്പോയ മറ്റേ എന്താ പറയുക കടകോലിന്റെ കോലോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മസാജ് ചെയ്യാം കേട്ടോ. അതെല്ലാം പോക്കോ നന്നായിട്ട്. ആ സ്റ്റിക്ക് എന്നെ പൈസ കൊടുത്ത് മേടിക്കണമെന്നൊന്നുമില്ല. സാറേ ഇവിടെ ഒരു മേജർ വെയിന് വരുന്നില്ല, ആർട്ടറി വരുന്നില്ല. അപ്പൊ അത് നിങ്ങൾ അത്ര അമർത്തിയിട്ടല്ല ചെയ്യേണ്ടത്, ഗ്രാജുവലി ചെയ്യുമ്പോൾ തന്നെ മാറ്റം വരും. അത് വയസ്സായ ആളുകൾക്കൊന്നും അവിടെ ചെയ്ത് കൊടുത്താൽ ചിലപ്പോ അവിടെ നിങ്ങൾ വയസ്സായ ആളുകൾക്കൊക്കെ വന്നിട്ട് കൈകൊണ്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, അവരെപ്പോഴും നിങ്ങളെ ഓർത്ത് വയ്ക്കുക ചെയ്യുക. അല്ല, സാധാരണ ഈ മെഡിക്കൽ ഫീൽഡില് ആ പ്രായമുള്ള ആളുകൾക്ക് അവിടെ മസാജ് ചെയ്തിട്ട് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയാം. നിങ്ങൾ അങ്ങനെയൊക്കെ എന്തിനാ അവരെ വേദനിപ്പിക്കണം? ഓക്കെ, അതായത് നിങ്ങൾ ഈ മസിൽസിനൊക്കെ അവരോട് സ്ഥിരമായിട്ട് ഇങ്ങനെ പിടിച്ചു വിടാൻ പറഞ്ഞാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും അവർക്ക്. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ പ്രസ് ചെയ്ത്, ഞാൻ കാണുന്നുണ്ടോ, വീഡിയോ കാണുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ ഈ മസിൽസിനെയും ഈ SCM മസിൽസിന് നിങ്ങൾ വന്നിട്ട് അവിടെ ചില ആളുകൾക്ക് നോഡ്സ് ഉണ്ടാവും, പ്രസ് ചെയ്യുമ്പോൾ തന്നെ പെയിൻ ഉണ്ടാവും. അപ്പൊ റെഗുലറായിട്ട് അവരോട് അവർ മസാജ് ചെയ്യാൻ പറയും, നല്ല മാറ്റം ഉണ്ടാവും. കഴുത്തിന് മാത്രമല്ല അവർക്ക് മാറ്റം വരിക. ഓക്കെ, അത് ഒരുപാട് ഇന്റേണൽ ഓർഗൻ ആയിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലം കൂടെയാണത്. ഓക്കെ, ഇതിനകത്ത് TCM ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ ഇതിന് അതിനേക്കാൾ ഏറെ ബെനിഫിറ്റ്സ് ഉള്ള സ്ഥലമാണ് ഈ മസിൽസ് ഒക്കെ. ഒട്ടുമിക്ക മസിൽസിലും വന്നിട്ട് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. ആ സർക്കുലേഷൻ പ്രോപ്പറായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മസാജ് കിട്ടുമ്പോൾ എങ്ങനെയാണ് സുഖം കിട്ടുന്നത്? അവരെന്താ ചെയ്യുന്നത്? മസിൽ ഏരിയനെ അമർത്തി ഉഴിയുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മറ്റേ പാത്രം കഴുകുന്ന ആ സ്പോഞ്ച് ഉണ്ടല്ലോ, ആ സ്പോഞ്ചിനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കി അമർത്തി എടുക്കുമ്പോൾ മാത്രമാണ് അത് വൃത്തിയായി ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ സ്പോഞ്ചിനകത്തൊക്കെ മുഴുവനും അഴുക്ക് കയറി റഫ്നെസ് കുറയും, ഇല്ലേ? നമ്മുടെ ശരീരത്തിന് തേക്കുന്ന പോലും അങ്ങനെയാണ്. സോ മസാജ് ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒന്ന് ഇവർ മെറീഡിയൻസിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾ ജനറലായിട്ട് ഏതൊരു മസിൽ ഏരിയനെയും നിങ്ങൾ ഒന്ന് അമർത്തി വിടുന്ന സമയത്ത് അതിനകത്ത് സർക്കുലേഷൻ ഇംപ്രൂവ് ആവും. അവിടെയുള്ള കുറെ ദിവസം സർക്കുലേഷൻ മുടങ്ങിക്കിടക്കുന്ന ആ ലിക്വിഡ് എന്തെന്നെ ആയിക്കോട്ടെ അതൊന്ന് പുറത്തേക്ക് വരും. തിരിച്ച് കയറുന്ന സമയത്ത് ഡെൻസിറ്റി കൂടിയതിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ സാധനം കയറും. അപ്പോൾ അവിടെ ഒരു കംഫർട്ടബിലിറ്റി കിട്ടും. ഇതാണ് മസാജിൽ കിട്ടുന്ന സുഖം. സിമ്പിളായിട്ട് ലൈറ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്. അപ്പൊ നിങ്ങൾ ഏത് മസിൽസ് ഉള്ള ഭാഗത്തിലും ഒരാൾ പ്രസ് ചെയ്ത് തരുമ്പോൾ എല്ലാവർക്കും കംഫർട്ടബിൾ ആണ്. അതെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം റീജനറേറ്റഡ് ആവുകയാണ്. അപ്പൊ നിങ്ങൾ കഴുത്തിൽ തൊട്ട് കഴിഞ്ഞാൽ സ്ട്രോക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വെസൽസിനെയൊക്കെ വന്നിട്ട് ഒരുപാട് പിടിച്ച് അമർത്തി ബ്ലോക്ക് ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇതേപോലെ തന്നെ നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ വീഡിയോ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെ മസിൽസിനെ നിങ്ങൾ റെഗുലറായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കൂ, നല്ല മാറ്റം ഉണ്ടാവും.
സ്ട്രെസ് ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കുക, അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളോട് പ്രസ് ചെയ്ത് തരാൻ പറയും, പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ തൊടുന്നത് കൊണ്ടൊന്നും സ്ട്രോക്ക് വരില്ല. നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോഴാണ്. നമ്മുടെ ശക്തി അവരെ കാണിക്കലല്ല തെറാപ്പി എന്ന് പറയുന്നത്, അവരുടെ അഫോർഡബിൾ ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റ് നിന്നുകൊണ്ട് ചെയ്യും. അതേമാതിരി തന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞു ഇവിടെ തൊടാൻ പാടില്ല എന്ന്. YNSA ട്രീറ്റ്മെന്റിൽ നെക്ക് ഡയഗ്നോസിസിൽ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സാധനമാണ് SCM മസിൽസ്. അബ്ദുൽ ഖാദർ സാറോട് ചോദിച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു. അബ്ദുൽ ഖാദർ സാർക്ക് YNSA അറിയാം? ഇല്ല, YNSA പറ്റില്ല സാർ. പക്ഷെ ഈ പറഞ്ഞ പോയിന്റില് ഈ ആ ഭാഗത്ത് തൈറോയ്ഡ് പേഷ്യൻസിനൊക്കെ വളരെ ഒരു ഭാഗമാണ് എഫക്റ്റീവ് ആയിട്ടുള്ള. അത് ലോക്കൽ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യും. തൈറോയിഡ് ഉള്ളവർക്കും ത്രോട്ടിൽ എന്തുണ്ടെങ്കിലും ഈ ത്രോട്ടിന് ചുറ്റുമുള്ള പോയിന്റ്സ് വളരെ എഫക്റ്റീവ് ആണ്. SCM മസിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഗുലർ ആയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് ആക്കുക. നിങ്ങളുടെ മസിൽ ഏരിയനൊക്കെ ദിവസം കുറച്ച് നേരം പ്രസ് ചെയ്യുക. ഇങ്ങനെ വെറുതെ നിങ്ങൾ പ്രസ് ചെയ്താൽ മതി. എവിടെയൊക്കെ മസിൽസ് കാണുന്നുണ്ടോ ആ ഭാഗങ്ങളൊക്കെ മസ് ചെയ്യുന്നത് വളരെയേറെ എഫക്റ്റീവ് ആണ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കേട്ടോ. എണ്ണ തേച്ച് കുളിയിൽ ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അങ്ങനെ വെറുതെ എണ്ണ തേച്ചാൽ പോരാ, ഒന്ന് അമർത്തി ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേദനിപ്പിക്കണം, അപ്പോഴേ അതിന്റെ ഗുണം കിട്ടത്തുള്ളൂ. തൈറോയിഡ് പേഷ്യൻസിന് നാക്ക് മേലെ മുട്ടിച്ചിട്ട് തൊണ്ടക്കുഴി പൊന്തിച്ച് പിടിച്ചിട്ട് ആ ഭാഗത്തേക്ക് മസാജ് കൊടുക്കാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ. എനിക്ക് മസാജിനെ കുറിച്ചൊന്നും വലിയ അറിയില്ല. നമ്മളിത് പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മസാജിനൊരു സുഖം കിട്ടുന്നത്, എന്തുകൊണ്ടാണ് മസാജിലേക്ക് ഒരു കംഫർട്ടബിലിറ്റി വരുന്നത് എന്നുള്ളതിന്റെ ശാസ്ത്രീയ വശം നമ്മൾ DCM-ലൂടെ പറഞ്ഞു എന്ന് മാത്രം. അവിടെ നീഡിൽ ചെയ്യുമ്പോ സേഫ് ആണോ അവിടെ നീഡിൽ ചെയ്യാനായിട്ട്? 10 നീഡിൽ നിങ്ങൾ എന്തിനാ ചെയ്യണത്? ഇപ്പൊ മറ്റേ ഞാൻ കുട്ടികൾക്ക് തന്നെ ചെയ്യുന്നതല്ലേ ഇതൊക്കെ. സുജോക്ക് നീഡിൽ ജസ്റ്റ് ഒന്ന് അവിടെ സ്കിന്നിൽ പിന്നെ ചെയ്ത് നിന്നാ മതി. സ്റ്റിക്കർ നീഡിൽ കൊടുത്താലും മതിയോ അവിടെ? സുജോക്ക് നീഡിലോ സ്റ്റിക്കിൽ നീഡിലോ ഇനിയിപ്പോ 5 ചൂൺ നീഡിലും ഉപയോഗിക്കാം. ജസ്റ്റ് അവിടെ ടച്ച് ചെയ്ത് നിന്നാ മതി. ഓക്കെ, ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ഇറക്കണ്ട. ഓക്കെ, അത് അറിയണമെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് ഇറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മറ്റേ 5 കൊല്ലം അനാട്ടമി ഫിസിയോളജിയിൽ നല്ലൊരു എക്സ്പേർട്ടായിട്ട് പഠനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പ് നീഡ്ലിംഗ് ഇവിടെ കൊണ്ട് വേറെ ചില ഗുണങ്ങളുണ്ട്. ഓക്കെ, നമ്മളതിൻ്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ അവരുടെ ചിലപ്പോൾ വോയിസ് തന്നെ പോയി എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ ഡീപ്പ് നീഡ്ലിംഗ് ഒന്നും ചെയ്യണ്ട. പക്ഷെ TCM-ൽ ഡീപ്പ് നീഡ്ലിംഗ് സിസ്റ്റം ഉണ്ട്. അത് ആരാണ് ചെയ്യുക ചോദിച്ചാൽ മെഡിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യും. അവർക്ക് അനാട്ടമി ഫിസിയോളജി അത്ര തറവാണ്. എവിടെയാണ് എന്തൊക്കെ ഉള്ളതെന്നുള്ളത് നമുക്കറിയാം. നമുക്കിപ്പോൾ തന്നെ തൊറാസിക് വെർട്ടിബ്രയില് 5ാമത്തെ തൊടു 7ാമത്തെ തൊടു പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ശരിയല്ലേ? എന്നിട്ട് നമ്മൾ പറയണം അനാട്ടമി ഫിസിയോളജി പഠിക്കേണ്ട ആവശ്യമില്ല. TCM പഠിക്കുമ്പോൾ അനാട്ടമി ഫിസിയോളജി പഠിക്കാൻ പാടില്ല, ഇല്ല എന്നൊന്നും പറയരുത്. ഇറ്റ് ഷുഡ് നീഡ്. അതേമാതിരി ഏത് സാധനങ്ങളും മാറ്റത്തിന് വിധേയമാണ്. അങ്ങനെ മാറ്റത്തിന് വിധേയമാകാത്ത ഒന്ന് പ്രകൃതിയിലില്ല. ഓക്കെ, ദൈവത്തിന്റെ കൺസെപ്റ്റുകൾ പോലും ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി തന്നെയാണ് വരിക. നമ്മൾ പറയും ഇത് തന്നെയായിരുന്നു പണ്ടെന്ന് പറയുന്നു എന്ന് മാത്രം. എവരിതിങ് വിൽ ചേഞ്ച്. അതേമാതിരി നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അതാത് കാലഘട്ടങ്ങളിലേക്ക് അനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ മാറ്റേണ്ടി വരും. ഓക്കെ, SI 17 അടുത്തത്. ഓക്കെ, SI 17 അല്ലല്ലോ, SI 17 തന്നെയാണ് പറഞ്ഞത്. ഇത് നമ്മൾ പറഞ്ഞില്ലേ, ലൊക്കേഷൻ കാണിച്ചത് മാത്രം മാറ്റിപ്പോയതാണ്. സെയിം തന്നെയാണ് SI 16 SI 17 വരുന്നത്. 2 മസിൽസിന്റെ ഒരേ മസിൽസിന്റെ മറ്റേ മീഡിയൽ സൈഡും ലാറ്ററൽ സൈഡും. ലാറ്ററൽ സൈഡിലുള്ളത് ട്രിപ്പിൾ വാർ മറ്റേ സോറി ഞാൻ പറഞ്ഞു വന്നത് അബദ്ധമുണ്ട്. ഓക്കെ, SI 16 എന്നുള്ളത് വന്നിട്ട് ആഡംസ് ആപ്പിളിന്റെ നേരെ പിന്നാലെ ഈ സ്റ്റെർണോക്ലൈഡോ മാസ്ട്രോയിഡ് മസിൽസിന്റെ ലാറ്ററൽ സൈഡിൽ. അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കഴുത്ത് നിങ്ങൾ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട മസിൽസ് ഉണ്ട്. ഈ മസിൽസിന്റെ കഴുത്തിന്റെ ഭാഗത്ത് വരുന്ന എഡ്ജ് അത് നിങ്ങൾ തൊടാൻ പറ്റും ശരിക്കും ആ മസിൽസിനെ. ഓക്കെ, ഒന്ന് ജസ്റ്റ് കഴുത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ മസിൽസ് കിട്ടും. അത് നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പിടിച്ചതിൽ ഒന്ന് എന്റെ തള്ളവിരലും ഇനി ഒന്ന് എന്റെ ചൂണ്ടുവിരലുമാണ്. ചൂണ്ടുവിരൽ തട്ടുന്ന ഭാഗത്താണ് SI 16 ഉള്ളത്. ഓക്കെ, അടുത്തത് SI 17 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ നെക്ക് പോസ്റ്റീരിയർ ടു ദ ആംഗിൾ ഓഫ് ദ
mandible in the depression on the anterior border of sternomastoid muscles. Okay. ടിനിറ്റസിനും നേരത്തെ പറഞ്ഞ അതേ ലൊക്കേഷൻസിന് തന്നെയാണ്. ഇതിന്റെ ലൊക്കേഷൻ കുറച്ചുകൂടെ കഴുത്തിന്റെ മുകളിലാണ്. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? സ്റ്റെർണോക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസിന്റെ ബാക്ക് സൈഡിലാണ്, കഴുത്തിന്റെ ഭാഗത്ത് വരുന്ന എഡ്ജിലാണെന്ന് പറഞ്ഞു. ഇത് ഫ്രണ്ടിലാണ്, പക്ഷെ നമ്മുടെ താടിയുടെ ഈക്വൽ ആയിട്ട് വരുന്ന ഭാഗത്ത്. ഓക്കെ, ഈ ഭാഗത്ത്. ഓക്കെ, ത്രോട്ടിലൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സിവിയർ ആയിട്ട് ഉള്ളിൽ എന്നിട്ട് മറ്റേ എന്താ പറയുക മുറിവോ മറ്റേയൊക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ തൊടുന്ന ഭാഗം, എൻ്റെ തള്ളവിരലുകൊണ്ട് തൊടുന്ന ഭാഗം. ഓക്കെ, ഈ ഭാഗം, കഴുത്തിന്റെ ഈ ഭാഗം. ഓക്കെ, ത്രോട്ടിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇവിടെ സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ സ്റ്റിക്കർ നീഡിൽ ഇടുന്നത് വളരെയേറെ എഫക്ട് ചെയ്യണം. പ്രത്യേകിച്ച് നല്ല മറ്റേന്താ പറയാ മറ്റേ സിവിയർ ആയിട്ട് ചുമ വരുന്ന സമയങ്ങളിലൊക്കെ ഈ പോയിന്റ് വളരെയേറെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അടുത്തത് SI-80 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ ഫേസ് ഡയറക്ട്ലി ബിലോ ദ ഔട്ടർ കാഞ്ചസ് ഓഫ് ദ ഐ ഇൻ ദ ഡിപ്രഷൻ ഓൺ ദ ലോവർ ബോർഡർ ഓഫ് സൈഗോമാറ്റിക് ബോണിന്റെ അടുത്തുള്ളതാണ്. ഓക്കെ, ലൊക്കേഷൻ നമുക്ക് നോക്കാം. SI-8 എന്നുള്ളത് നമ്മുടെ ഈ ബ്യൂട്ടി ബോണിന്റെ നേരെ താഴെ വരുന്ന സ്ഥലമാണ്. ഇതിന് ബ്യൂട്ടി ബോൺ എന്നല്ലേ പറയാ, അല്ലേ? ഈ ഔട്ടർ കാഞ്ചസിന്റെ നേരെ താഴെ വരുന്ന കുഴി. ഓക്കെ, ആ ബോണിന്റെ സൈഗമാറ്റിക് ആർച്ചിന്റെ ഈ ബോണിന്റെ കുഴിയാണ് SI-80 എന്നുള്ളത്. ഓക്കെ, ഇത് വളരെയേറെ നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്രോസിംഗ് പോയിന്റ് ഓഫ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് സാൻജിയാവോ മെറിഡിയൻ. അതായത് മുഖം കോടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കണ്ണുകളിൽ ചിലപ്പോൾ വന്നിട്ട് ഇങ്ങനെ ടിംഗ്ലിംഗ് ഓഫ് ഐസ് ഉണ്ടാവും. ചിലവർക്ക് ഇവിടെ തന്നെ ടിംഗ്ലിംഗ് ഉണ്ടാവും ചില ആളുകളിലേക്ക്. ഓക്കെ, അവിടെ റെഗുലർ ആയിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. ഇവിടെ മാത്രമല്ല, ഒട്ടുമിക്ക ശരീരത്തിന്റെ അകത്തും ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ ആഷി പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ റെഗുലർ ആയിട്ട് അവരോട് ഒന്ന് മസാജ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മാറ്റം വരും ഈ ടിംഗ്ലിംഗ് സെൻസേഷൻ കേട്ടോ. ഓക്കെ, അതേമാതിരി ഫേഷ്യൽ പാരാലിസിസിനും മുഖത്തുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഓക്കെ ഉപയോഗിക്കാം. ഈവൻ ന്യൂറോളജിയുടെ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ പെയിനുള്ള സമയത്ത് അതേ സെയിം സൈഡ് ഉപയോഗിക്കേണ്ട, ഓപ്പോസിറ്റ് സൈഡ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പിന്നീട് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ ഉപയോഗിക്കാം. പല്ലുവേദനയ്ക്കും, അതായത് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. താഴത്തെ പല്ലുവേദന, മേലത്തെ, പ്രത്യേകിച്ച് മുകളിലത്തെ പല്ലുവേദനയ്ക്കൊക്കെ വളരെ നല്ലൊരു പോയിന്റാണ് ഇത്. ഓക്കെ, മുഖത്ത് വീക്കമോ നീർക്കോട്ടലോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഓക്കെ, എക്സ്പെൽസ് വിൻഡ്, അലിവേറ്റ്സ് പെയിൻ, മോക്സ മാത്രം കൊടുക്കണ്ട. ഓക്കെ, SI-8 ലൊക്കേഷൻ മനസ്സിലായി. ഇനി നമ്മുടെ SI-19 എന്നുള്ള പോയിന്റാണ്. ഓക്കെ, ഇതും ഇതേമാതിരി തന്നെ ക്രോസിംഗ് പോയിന്റ് ആണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്മാൾ ഇൻറ്റസ്റ്റൈൻ, സാൻജിയാവോ, ട്രിപ്പിൾ വാർമർ ആൻഡ് ഗാൽബ്ലാഡർ മെറിഡിയൻ ക്രോസ് ചെയ്യുന്നതാണ്. ഓൺ ദ റീജിയൻ ഓഫ് ദ ഫേസ് ആൻറ്റീരിയർ ടു ദ ട്രാഗസ് ആൻഡ് പോസ്റ്റീരിയർ ടു ദ കോണ്ടിലോയിഡ് പ്രോസസ് ഓഫ് ദ മാൻഡിബിൾ ഇൻ ദ ഡിപ്രഷൻ ഫോംഡ് വെൻ ദ മൗത്ത് ഈസ് ഓപ്പൺ. വായ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കുഴി ഉണ്ടാവും. ഓക്കെ, നോക്കൂ നിങ്ങൾ, നമ്മളിത് പലപ്പോഴും ഇവിടുത്തെ പോയിന്റ് പറയുമ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഏതാ ചാനൽ കഴിഞ്ഞത്? നമുക്ക് ഇതിനു മുമ്പ് ട്രിപ്പിൾ വാർമറിന്റെ കഴിഞ്ഞത്. ട്രിപ്പിൾ വാർമർ കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ വായ തുറക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് 3 കുഴി കാണാൻ പറ്റും. ഈ ഇത്രയും ഭാഗത്ത്, അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു ചൂണുള്ള സ്ഥലമാണ്. ഓക്കെ, ഈ കാതിന്റെ ഈ ഭാഗത്ത് നിങ്ങൾ ഇവിടെ വെക്കുക, കൈ തുറക്കുക ഏറ്റവും മുകളില്. അപ്പൊ ചെറിയൊരു കുഴി കാണാൻ പറ്റും. അത് സാൻജിയാവോ 21 ട്രിപ്പിൾ വാർമറിന്റെ 21ാമത്തെ പോയിന്റ്. അതിന്റെ തൊട്ട് താഴെ തന്നെ ഇനിയൊരു കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കുഴി കാണാം, അത് സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അതിന്റെ തൊട്ട് താഴെ തുറക്കുമ്പോൾ പിന്നെയൊരു കുഴി കാണാൻ പറ്റും, അത് GB2. ഓക്കെ, ക്ലിയർ ആണോ? ലാസ്റ്റ് പറഞ്ഞ അതേതാ? GB2, ഗാൽബ്ലാഡർ 2. ഇവിടെ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടും. ഈ ഒരു ചൂണിനകത്ത്, ഒരു ഫിംഗർ ലെങ്തിനകത്ത് 3 പോയിന്റ് ഉണ്ട്. ഏറ്റവും മുകളിൽ വരുന്നത് ട്രിപ്പിൾ വാർമർ 21, അതിൽ വരുന്നത് SI-19, തൊട്ട് താഴെ വരുന്നത് SI-2. എല്ലാം അടുത്തടുത്താ, വലിയ വ്യത്യാസങ്ങളില്ല. ഈ ഒരു ചൂണിനകത്ത് തന്നെയാണ് 3 വരുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ ചിത്രത്തിൽ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ
ഞാൻ തെറ്റാണെന്നാ പറയാ. കുറച്ചുകൂടെ മുകളിലാണ് SI-19 അവിടെ. എന്നിട്ട് ഈ ചെറിയൊരു സ്ത്രീയുടെ ഫേസിൽ കാണിച്ചിട്ടുണ്ട് 3 എണ്ണം അടുപ്പിച്ചിട്ട്. ആ ഏരിയക്കകത്ത് അത് കവറാവും. ഓക്കെ, ഈ ചിത്രം കുറച്ച് വലുതാക്കി കാണിച്ചത് കൊണ്ട് GB2 ഒരുപാട് താഴെ ഇറങ്ങിയ പോലെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ ഭാഗത്ത് തന്നെയാണ് വരിക. കാതിന്റെ എൻ്റെ മൗസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇത്രയും ഭാഗത്ത് വരും, ഇത്രയും താഴെ ഇറങ്ങിയിട്ടല്ല. ഓക്കെ, ഇത് ചിത്രം നമ്മൾ ഈ സ്ക്രീനിൽ കൊള്ളാൻ വേണ്ടി കുറച്ച് വലിക്കുന്ന സമയത്ത് വരുന്ന ഇഷ്യൂസ് കൊണ്ട് ഒരുപാട് ദൂരെയായിട്ട് തോന്നുകയാണ്. ഇത്ര ദൂരമില്ല. ക്ലിയർ ആയോ? സാർ അവിടെ ആ സെന്ററിൽ ഒരു കുഴി പോലെ കാണുന്നില്ല, ആ ഭാഗമല്ലേ SI-19? ആ നടുവിൽ വരുന്ന കുഴിയാണ് SI-19. അതിന്റെ തൊട്ട് മുകളിൽ 21, തൊട്ട് താഴെ GB2. ഈ 3 പോയിന്റും എന്തെങ്കിലും കമ്പൈൻഡ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ്, ഞാൻ ആദ്യം ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ. എന്താ കാരണം വെച്ചാല് അറിയാണ്ട് ക്ലോസ് ചെയ്യുമ്പോഴേ ഇതാവണ്ട. ബാക്കി സംശയങ്ങളൊക്കെ ഇതിന് ശേഷം നമുക്ക് നോക്കാം. ഒറ്റ മിനിറ്റ്. ഇനി നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചോളൂ. ഇന്ന് 8:10 അല്ലേ? ഈ 3 പോയിന്റും ഒരുമിച്ച് വരുന്നുണ്ടല്ലോ സാർ, അത് 3ഉം ചെവിയുടെ ഇടാം. ചെവിയുടെ ഇഷ്യൂസിന് മാത്രമല്ല, പല്ലുവേദനകൾക്കും കാതിന്റെ കാത് കേക്കായ്മ, ഡെഫ്നെസ്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഉണ്ടാവുന്ന ചിലവർക്ക് പറയില്ല ഈ ഭാഗത്ത് ഭയങ്കര തരിപ്പാണ്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് വന്നിട്ട് മുഖം ഉള്ളതായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഫ്രോഷൻ ഷോൾഡർ പോലെ തന്നെ ഇവിടെ വന്നിട്ട് അവർക്ക് ഭയങ്കര എന്താ പറയാ ഒരു ഭാര കൂടുതൽ അല്ലെങ്കിൽ ഫോഴ്സൺ ആയ പോലെ തോന്നുന്നതിനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. ഈ പോയിന്റ് നല്ല പോയിന്റ് അല്ലേ? നല്ല പോയിന്റാണ്. ഫേസിലുള്ള എല്ലാം ഓൾമോസ്റ്റ് വർക്ക് ചെയ്യും. പെയിനോട് കൂടി വരുമ്പോൾ സെയിം സൈഡ് ഉപയോഗിക്കേണ്ട, കഴിയുന്നതും അവരോട് പെയിൻ ഉള്ള സമയത്ത് വരണ്ട, പിന്നെ വരാൻ പറയും. കാരണം വെച്ചാൽ അവരുടെ ആ പെയിൻ സാറേ ചെവിയിലെ മൂളലിന് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല മാറ്റം കിട്ടി സാറേ. മാറ്റം വരും. ഓക്കെ, അതേമാതിരി മൂളലിനൊക്കെ വരുന്ന സമയത്ത് ഈ കാതിന്റെ ചുറ്റും അവരെ മസാജ് ചെയ്യാൻ കൂടെ പറയുക റെഗുലർ ആയിട്ട് എല്ലാവിടെയും. ഓക്കെ, കാതിന്റെ ചുറ്റും മസാജ് ചെയ്യാൻ പറയുക. അതേമാതിരി സ്മാൾ ഇൻഡസ്ട്രിയുടെ ഈ ഭാഗങ്ങളിലെ വേദനയുള്ള ഭാഗവും മസാജ് ചെയ്യുന്നത് കാതിന് ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഭാഗത്തെ പോയിന്റ്. പിന്നെ ചോദിച്ചത് വന്നിട്ട് കപ്പിങ്ങിൽ സ്റ്റിമുലേഷനും സെഡേഷനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കപ്പിങ്ങിലും നിങ്ങൾക്ക് സ്റ്റിമുലേഷൻ സെഡേഷൻ ഒക്കെ ഉണ്ട് ആസ് പെർ TCM-ൽ. ഒരു കപ്പ് വെക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു സക്ക് മാത്രം ചെയ്തിട്ട് സൂപ്പർഫിഷ്യലി ചെയ്തിട്ട് ഒരുപാട് നേരം വെക്കാതെ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ അത് സ്റ്റിമുലേഷൻ ആയിട്ട് വർക്ക് ചെയ്യും. അതേ സമയത്ത് കപ്പ് വെച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം വെക്കുകയും കുറച്ച് ഡീപ്പായിട്ട് നന്നായിട്ട് ഒരു എന്താ പറയുക ഒരു പ്രാവശ്യം എയർ വലിക്കുന്നതിന് പകരം 2-3 ടൈംസ് മാക്സിമം ടൈം വെച്ച് കുറച്ച് നേരം കൂടുതൽ വെച്ചിട്ടാണ് നിങ്ങൾ റിലീസ് ചെയ്യണമെങ്കിൽ അവിടെ സെഡേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഡെപ്തിൽ നിങ്ങൾക്ക് സ്റ്റിമുലേഷനും സെഡേഷനും ചെയ്യാം, ടൈം ഡ്യൂറേഷനിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്നാണ് എടുക്കുന്നതെങ്കിൽ സ്റ്റിമുലേഷൻ ആയിട്ട് വർക്ക് ചെയ്യും, കുറച്ച് നേരം കൂടുതൽ വെക്കുകയാണെങ്കിൽ സെഡേഷൻ ആയിട്ട് വർക്ക് ചെയ്യും. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് വന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കപ്പ് വെക്കുക, ജസ്റ്റ് സൂപ്പർഫിഷ്യലി കപ്പ് വെച്ചിട്ട് എടുക്കുക. ഓക്കെ, അവിടെ ചൂട് കാണിച്ചാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ചൂട് ഫീൽ ചെയ്യും, വളരെ പെട്ടെന്ന്. അതേ സമയത്ത് കുറച്ച് നേരം നന്നായിട്ട് വലിച്ചിട്ട് കുറച്ച് നേരം വെച്ച ശേഷം നിങ്ങൾ മോക്സ കാണിക്കുകയാണെങ്കിൽ നേരത്തെ ചെയ്തതിനേക്കാളും കൂടുതൽ ടൈം ആയാൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ ചൂട് ഫീൽ ചെയ്യുള്ളൂ. എന്തുകൊണ്ടാ? എന്താ സാർ, നമ്മൾ കപ്പ് ചെയ്യുമ്പോഴേ ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടാണ് കപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ പിൻ ചെയ്യുമ്പോഴോ അവർക്ക് വേദന കുറയും. എന്തുകൊണ്ടാണ്? സെഡേറ്റഡ് ആയതുകൊണ്ട്. അറിയാമെങ്കിൽ മോക്സ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഈ വേരിയേഷൻ. രണ്ട് പാരലായിട്ട് ഒരു സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് 2 വശത്തും കപ്പ് വെക്കുക, ഒരു സ്ഥലത്ത് ഡീപ്പായിട്ട് പ്രസ് ചെയ്യുക, കുറച്ച് കൂടുതൽ നേരം വെക്കുക, ഒരു ഭാഗത്ത് ഒരു സിംഗിൾ പ്രസ് മാത്രം ചെയ്തിട്ട് കപ്പ് വെക്കുക, പെട്ടെന്ന് എടുക്കുക, എന്നിട്ട് മോക്സ അപ്ലൈ ചെയ്ത് നോക്കൂ എവിടെയാണ് കൂടുതൽ പെട്ടെന്ന് ചൂട് ഫീൽ ചെയ്യണമെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും, whether it is acted as a stimulator or a sedation.
സാർ ബ്ലീഡിങ്ങിന്റെ കേസ് പറഞ്ഞില്ലായിരുന്നു അത് ബ്ലീഡിങ്ങിന്റെ പോയിന്റ് ബ്ലീഡിങ് ഡിസീസ് ഉള്ള കേസില് DU14 പിന്നെ ആ സ്മോൾ ഇൻഡസ്ട്രി അതിന്റെ നേരെ വരുന്നത് SA15 അല്ലേ? SA15 സാർ അത് സാർ ഡ്രൈ കപ്പ് ജസ്റ്റ് ചെയ്താൽ മതി അവിടെ ഡ്രൈ കപ്പ് ചെയ്താൽ മതി. കുറെ നേരം വെക്കണ്ട, കുറച്ച് നേരം വെച്ചാൽ മതി. ഇത് മാക്സിമം കുട്ടികളാണ് ട്രീറ്റ്മെന്റിന് വരിക, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നേരം കുട്ടികളെ ഒരു ഫ്രണ്ടിന്റെ കുട്ടി പറഞ്ഞത്. അതെ മാറ്റം വരും. അത് എത്ര ദിവസം ഡെയിലി ചെയ്യണം? അത് നമുക്കത് പറയാൻ പറ്റില്ല. എന്താ വെച്ചാല് ഓരോരുത്തരുടെയും എനർജി ലെവൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിള് ഒരു സാധനം ചില ആളുകൾ ഒരു പ്രാവശ്യം ഇപ്പൊ ഒന്നുമില്ല, അബ്ദുൽ ഖാദർ സാറോടും എന്നോടും ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര തന്നെ അറിയുന്ന കാര്യങ്ങളാണെങ്കിലും അബ്ദുൽ ഖാദർ സാർക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളാണെങ്കിലും പറയുന്ന സമയത്ത് ഭംഗി കൂടുക അബ്ദുൽ ഖാദർ സാർ പറയുമ്പോൾ. എന്താ കാരണം? അദ്ദേഹത്തിന് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കഴിവുണ്ട് ഇല്ലേ, എഴുതാനും വാക്കുകളെ കറക്റ്റായിട്ട് എന്താ പറയാ ഒരു റിതമെറ്റിക് ആയിട്ട് ഉച്ചരിക്കാനും എഴുതാനും ഉണ്ട്. എനിക്കതില്ല. അപ്പൊ എനിക്ക് അതൊരു കഴിവ് വരണമെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഇരുന്ന് മെനക്കെട്ടാലും ചിലപ്പോൾ മൂപ്പരൊപ്പം എത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റിലും ഫിക്സേഷൻ ഇങ്ങനെ തന്നെയാവും. ഓരോ വ്യക്തികൾക്കും ഓരോ കാര്യങ്ങളിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എത്ര ദിവസം ആകുന്നുള്ളത് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇപ്പൊ ഖാദർ സാർ മറ്റേ അബ്ദുൽ ഖാദർ സാർ എഴുതുന്ന പോലെ ഒരു 4 വരി എന്നെ കൊണ്ട് എഴുതണം എന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ കിലുക്കത്തിൽ പറഞ്ഞ അങ്ങ കേട്ടാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. നേരത്തെ ചെവിയുടെ അടുത്തുള്ള ഒരു 3 പോയിന്റ് പറഞ്ഞില്ലേ, അത് നമ്മ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് കിഡ്നിനും കൂടെ നല്ല രീതിയിൽ എഫക്ട് ആവും. അപ്പൊ അങ്ങനെ ആരാ പറഞ്ഞു കിഡ്നിനെ എഫക്ട് ചെയ്യുന്നൊക്കെ? ഇല്ല, ഞാൻ ചോദിക്കുന്നത് ചെവി ആണല്ലോ കിഡ്നിന്റെ എന്താ പറയാ എക്സ്റ്റേണൽ ഓർഗൻ ആയിട്ട് വരുന്നത്. ചെവി കിഡ്നിയുടെ മാത്രം ഓർഗൻ ആണെങ്കിൽ നമ്മൾ ഓറിക്കുലർ തെറാപ്പി അവിടെ വർക്ക് ആവും? ഇല്ലല്ലോ. കിഡ്നി എന്ന് പറയുന്ന കാതെന്ന് പറയുന്നത് കിഡ്നീനെ റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയോളൂ. ഇപ്പൊ നമ്മുടെ സുജോക്ക് പ്രകാരം ഇത് നമ്മളുടെ തലയാണ് അല്ലേ? ആണോ? ഇത് കട്ട് ചെയ്ത് പോയാൽ നമ്മുടെ തല കട്ടാവോ? ഇല്ല. ഇവിടെ എന്തെങ്കിലും തട്ടി കത്തി കൊണ്ട് മുറിഞ്ഞു, നിങ്ങളുടെ തലയ്ക്കകത്ത് വല്ല സ്ക്രാച്ച് ആവോ? ആവോ? അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ എല്ലാ ഇഷ്യൂസും ഇവിടെ തന്നെ റെപ്രസെന്റ് ചെയ്യണമെന്നില്ല. മനസ്സിലാണ്ടോ വ്യത്യാസം? ചില സമയത്ത് പറയല്ലേ സാർ, ഈ ഭാഗത്ത് അമർത്തി നോക്കുമ്പോ അത് ലങ്സിന്റെ ഇഷ്യൂസ് ആണെന്നൊക്കെ പറയുമല്ലോ, ആ രീതിക്ക് ചോദിച്ചതാണത്. അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. ഇവിടെ നീഡിൽ ചെയ്യുന്നതുകൊണ്ട് കിഡ്നിക്ക് അത് എഫക്ട് ചെയ്യില്ല, പക്ഷെ സപ്പോർട്ടേ ചെയ്തു. അതുപോലെ നമ്മളുടെ മെറിഡിയനിൽ ഇപ്പോ ഇതിൽ ഏതെങ്കിലും പോയിന്റുകള് ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ? കപ്പിംഗ് ചെയ്യാൻ പാടില്ലാത്ത പോയിന്റ് ഉണ്ടോ ഇതില്? ഇല്ല, കപ്പിങ്ങിന് അങ്ങനെ വലുതായിട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ല. ചില പോയിന്റ്സ് മാത്രമേ പറയാറുള്ളൂ. ഈവൻ അംബ്ലിക്കസിലെ വന്നിട്ട് കപ്പിംഗ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നിപ്പിള് കപ്പിംഗ് ചെയ്യാറില്ല. ഓക്കെ, SI നമ്പർ തന്നെ അല്ല, സോറി, സ്റ്റൊമക്ക് സംതിങ് വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്പർ എനിക്ക് മറന്നുപോയി. അങ്ങനെ 1-2 ലൊക്കേഷൻസ് ചോദിച്ച് ബാക്കിയൊക്കെ നിങ്ങൾക്ക് കപ്പ് ചെയ്യാം. പക്ഷെ കപ്പ് ചെയ്യുമ്പോൾ ഇവിടെ മറ്റേ ബ്ലഡ് സർക്കുലേഷനും അതൊക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ നോക്കണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് കുട്ടികൾക്ക് ചെയ്യണ കുഴപ്പമുണ്ടോ അംബിക്കത്തില്? ആവശ്യമുണ്ടെങ്കിൽ അവിടെ തൊട്ടാൽ മതി. അതൊക്കെ സെൻസ് ആയിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ടേ. അതായത് ഇപ്പൊ മറ്റേ ഈ എന്താ പറയാ, ചില ആളുകൾ സോളാർ പ്ലക്സിൽ നോക്കും. ഓക്കെ, സോളാർ പ്ലക്സ് അതായത് അക്യുപഞ്ചറിൽ തന്നെ പല സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്നവരുണ്ട്. അക്യുപഞ്ചറിൽ ഞാൻ പണ്ട് പഠിക്കുമ്പോൾ ഒരു പ്രായമായ ആൾ കോയമ്പത്തൂരുണ്ട്. അദ്ദേഹം ഏതൊരാൾ വന്നാലും സോളാർ പ്ലക്സിനെ ബാലൻസ് ചെയ്ത ശേഷം മാത്രമേ നീഡിൽ ചെയ്യാറുള്ളൂ. അപ്പൊ അബ്ദുൽ ഖാദർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫിംഗർ ലെങ്ത് നോക്കിയിട്ടായിരിക്കും ആദ്യത്തെ ട്രീറ്റ്മെന്റ് തുടങ്ങുക, എന്നിട്ടേ ബാക്കിയുള്ളതിനെ കൺസിഡർ ചെയ്യാറുള്ളൂ. ശരിയല്ലേ സാർ? അപ്പൊ അതേമാതിരി സോളാർ പ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളാണെങ്കിൽ സോളാർ പ്ലക്സിനെ ആദ്യം ബാലൻസ് ചെയ്തിട്ട് മാത്രമേ അവർ ട്രീറ്റ് ചെയ്യുള്ളൂ.
ഇതേ നിങ്ങൾ ഒരു മറ്റേ നാച്ചുറോപ്പതിക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് ടോക്സിൻ എലിമിനേഷനും ഡയറ്റും കൊടുക്കാതെ ട്രീറ്റ്മെന്റ് ചെയ്യില്ല. ആയുർവേദത്തിൽ പണ്ട് ഡീടോക്സ് ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ചോദിച്ചതിന് ഉത്തരം പറയുന്ന സമയത്ത് നമുക്ക് നിങ്ങളൊരു പ്രോട്ടോകോള് ഫിക്സ് ചെയ്തേക്കുക. മറ്റേ കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, ഓക്കെ. ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ ഭാഗത്താണ് ഒരു മുറിവുണ്ട്, മുറിവിന്റെ മുകളിൽ വെക്കാൻ പാടില്ല. ഒരു ബ്ലീഡിങ് ഉണ്ട്, ആ ബ്ലീഡിങ്ങിന്റെ മുകളിൽ വെക്കണ്ട. അതേമാതിരി തന്നെ വേറെ എന്തെങ്കിലും ഒരു സ്വെല്ലിങ്ങോ മറ്റേ ഉണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് അപ്പം തന്നെ വെക്കരുത്. അത് എന്താണ്, ഹാംഫുൾ ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടൊക്കെ വെക്കുക. അത്രയേ ഉള്ളൂ. അല്ല, ചില ആർട്ടറി ഭാഗങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് ബ്ലേഡ് ചെയ്യരുത്. പിന്നെ ഹിജാമയല്ല പറഞ്ഞ കപ്പിംഗ് ആണ്. ഓക്കെ ഓക്കെ. അല്ല, ഇവര് ചോദിച്ചത് കപ്പിങ്ങില് വിജാമ ആയിരിക്കാനാണ് സാധ്യത. ഹിജാമ ചോദിക്കരുതേ എന്റെ അടുത്ത്. ഡ്രൈ കപ്പ് വെക്കുമ്പോ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ നമുക്ക് അറിയാൻ പറ്റും ആർട്ടറി മറ്റും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് സക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇയാൾ ചിലപ്പോൾ കോമ പോലെ അല്ലെങ്കിൽ പതക്കേട് പോലെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. മറ്റേ ഇത് ചെയ്യുമ്പോൾ തന്നെ ഈ വെറ്റ് കപ്പ് വെക്കുമ്പോൾ നമുക്ക് അറിയാം ഈ ആർട്ടറി കടന്നു പോകുന്ന ഭാഗങ്ങള് അത് നമ്മൾ ചുരുങ്ങിയ പക്ഷെ അതെങ്കിലും മനസ്സിലാക്കിയിരിക്കണം ഹിജാമ ചെയ്യുമ്പോൾ. ബോഡി പുറത്ത് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഉണ്ടാവുക. പക്ഷെ ചില ഭാഗങ്ങൾ ചില